ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ മനുഷ്യപുത്രനായി മണ്ണിൽ ജനിച്ച് മരക്കുരിശിൽ മരിച്ച് മണ്ണിലടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നവനും തന്നിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച മനുഷ്യരെ ചേർക്കാനായി മടങ്ങി വരുന്നവനുമായ ദൈവാദിദൈവവും രാജാതിരാജാവും കർത്താതികർത്താവുമായ ഞങ്ങളുടെ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ സ്നേഹ വന്ദനങ്ങൾ. വളരെ നാളുകൾക്ക് ശേഷമാണ് ഇതുപോലെ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് മുഖം കാണിച്ചുകൊണ്ടൊരു വീഡിയോ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റേതായിട്ട് പുറത്തു വരുന്നത്. പഴയ വീഡിയോകളുടെ തുടർച്ചയായി പല വീഡിയോകളും ചെയ്യാൻ ബാക്കി കിടക്കുന്നുണ്ടെങ്കിലും ഈ ക്ലബ് ഹൗസിലെ ചർച്ചകൾ കാരണം ഒന്നിനും സമയം കിട്ടാതിരിക്കുകയായിരുന്നു. ഇപ്പോഴും സമയമുണ്ടായിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോയിലും ഇനി തുടർന്ന് വരുന്ന ചില വീഡിയോകളിലുമായിട്ട് ഞങ്ങൾ പറയാൻ പോകുന്ന കാര്യം അത് ഞങ്ങളുടെ പ്രേക്ഷകരായ നിങ്ങളോട് നേരിട്ട് തന്നെ പറയണം, ക്യാമറയിൽ നോക്കി തന്നെ പറയണം. മുഖത്തോട് മുഖം അത് നിങ്ങളോട് പറയുന്നൊരു ഫീല് നിങ്ങൾക്കും കിട്ടണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഈ വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വന്നിരിക്കുന്നത്. അത്രമാത്രം പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനായിട്ട് ഉള്ളത്. ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന സോഷ്യൽ മീഡിയ കൂട്ടായ്മ നിലവിൽ വന്നത് ബൈബിളിനും യേശുക്രിസ്തുവിനും ക്രൈസ്തവ വിശ്വാസത്തിനുമെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾക്ക് മറുപടി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്കെതിരെ സംസാരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ അജണ്ടയിൽ ഇല്ലാത്ത കാര്യമാണ്. എങ്കിലും ഒന്ന് രണ്ട് വട്ടം ഞങ്ങൾക്ക് അങ്ങനെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മറക്കുന്നില്ല. ഇസ്ലാം ക്രിസ്ത്യൻ സൗഹൃദ സമിതി എന്നൊരു തട്ടിക്കൂട്ട് സംഘടനയുമായി ചില ക്രൈസ്തവ നേതാക്കൾ വന്നപ്പോൾ അവരെ തുറന്നു കാണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ ചെയ്യേണ്ട നിർബന്ധിതാവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ മുഹമ്മദ് ഈസയുടെ ചേട്ടൻ ജിഹാദി ലോറൻസ് മുസ്ലിങ്ങളുടെ ദൈവമായ അള്ളാഹുവിനെ സത്യദൈവമാക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോഴും ഞങ്ങൾക്ക് വീഡിയോ ചെയ്യേണ്ടുന്ന ഒരു നിർബന്ധിതാവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അതേ നിർബന്ധിതാവസ്ഥയാണ് ഇപ്പോഴും ഞങ്ങൾക്ക് വന്നിരിക്കുന്നത്. ആഗോളതലത്തിൽ എന്നതുപോലെ കേരളത്തിലും സോഷ്യൽ മീഡിയയിലെ ഇസ്ലാമിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അള്ളാഹുവിനും മുഹമ്മദിനും എയറിന്ന് ഇറങ്ങാൻ ഒട്ടും സമയം കിട്ടുന്നില്ല. പണ്ടത്തെ പോലെയല്ല. അള്ളാഹുവിനെയും മുഹമ്മദിനെയും പുട്ടിയടിക്കാൻ ബുദ്ധിയും ബോധവുമുള്ള ഒറ്റൊരു മുസ്ലിമിനെയും ദാവാക്കാർക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടാനില്ലാത്ത സ്ഥിതിയാണിപ്പോൾ. ബുദ്ധിയും ബോധവും ധൈര്യവുമുള്ള മുസ്ലിം ചെറുപ്പക്കാർ ഇസ്ലാം വിട്ടുകൊണ്ടിരിക്കുന്നു. അതിലേറ്റവും അവസാനത്തെ ഉദാഹരണമാണ് അസ്ഗർ അലി ഹുദവി. ഇനി ബുദ്ധിയും ബോധവും ഉണ്ടെങ്കിലും ധൈര്യമില്ലാത്ത മുസ്ലിം ചെറുപ്പക്കാർ മനസ്സുകൊണ്ട് മുർത്തദ്ദായെങ്കിലും മനസ്സുകൊണ്ട് അവർ മതം വിട്ടു കഴിഞ്ഞെങ്കിലും അത് പുറത്തു പറയാതെ ഭയന്ന്, ആളുകളെയൊക്കെ ഭയന്ന്, സമൂഹത്തെയും കുടുംബക്കാരെയും ബന്ധുക്കാരെയും ഒക്കെ ഭയന്ന് മതത്തിനകത്ത് ജീവിക്കുന്നതായിട്ട്, മതവിശ്വാസികളായിട്ട് അവർ അഭിനയിച്ചുകൊണ്ട് ജീവിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ആരും ഇസ്ലാമിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇവിടെ വരികയില്ല. കാരണം അവർ മനസ്സുകൊണ്ട് അവർക്ക് മനസ്സിലായി ഇത് ഉഡായിപ്പാണ്, മുഹമ്മദൊക്കെ വെറും ഉഡായിപ്പാണ്, ഖുർആൻ അതിനേക്കാളും വലിയ കച്ചറ പുസ്തകമാണ് എന്നൊക്കെ അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇവരാരും ഇതിനെ ന്യായീകരിക്കാൻ വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇവർക്ക് ആളെ കിട്ടാണ്ട്, ദാവാക്കാർക്ക് പണ്ടത്തെ പോലെ സോഷ്യൽ മീഡിയയിൽ ന്യായീകരിക്കാൻ ആൾക്കാരെ കിട്ടാത്ത സ്ഥിതിയാണ്. എന്നാൽ മറുവശത്താണെങ്കിലോ, മറുവശത്ത് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിച്ച ക്രിസ്ത്യൻ ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയയിൽ അക്ഷരാർത്ഥത്തിൽ ആറാടുകയാണ്. 10-15 കൊല്ലം മുമ്പ് വരെ ബൈബിളിനും ക്രൈസ്തവ വിശ്വാസത്തിനും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിനുമെതിരെയുള്ള MM അക്ബറിൻ്റെയും സക്കീർ നായിക്കിൻ്റെയും പ്രസംഗങ്ങൾ കേട്ട് ആവേശം കൊണ്ട മുസ്ലിം ചെറുപ്പക്കാർ അവരുടെ കൂട്ടുകാരായ ക്രിസ്ത്യൻ ചെറുപ്പക്കാരോട് ബൈബിൾ തിരുത്തപ്പെട്ടതാണ്, ക്രിസ്ത്യാനികളുടെ വിശ്വാസം തെറ്റാണ്, യേശുക്രിസ്തു ദൈവമല്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ഉത്തരമില്ലാതെ വിഷമിച്ച് മിണ്ടാതെ നിന്നിരുന്ന ആ ക്രിസ്ത്യൻ യുവത്വമല്ല ഇന്നുള്ളത്. സാക്ഷിയുടെയും ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെയും സെബാസ്റ്റ്യൻ പുന്നയ്ക്കൻ ബ്രദറിൻ്റെയും അൽക്കുടത്തോട്ടം പാസ്റ്ററുടെയും വർഗീസ് സമൂൽ പാസ്റ്ററുടെ, പിന്നെ ചാക്കോന്നി പാസ്റ്ററുടെ, അജീഷ് ബ്രദറിൻ്റെ, ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ കുറേ ആളുകളുടെയൊക്കെ പ്രസംഗങ്ങൾ, ക്ലബ് ഹൗസ് ചർച്ചകൾ ഇതൊക്കെ കേട്ടിട്ട് ഇസ്ലാമിനെ പ്രമാണങ്ങളിൽ നിന്നും മനസ്സിലാക്കി ഏതൊരു ഇസ്ലാമിക പണ്ഡിതനോടും സംവദിക്കാൻ കെൽപ്പുള്ളവരായിട്ട്, ചുമ്മാ ചർച്ച നടത്തുകയല്ല, സംവാദം തന്നെ നടത്താൻ കെൽപ്പുള്ളവരായി അപ്പോളജറ്റിക്സ് രംഗത്ത് താല്പര്യമുള്ള ക്രിസ്ത്യൻ ചെറുപ്പക്കാർ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മാറിയിരിക്കുകയാണ്. ആ നിലവാരത്തിൽ അവരെത്തിയിരിക്കുകയാണ്. ഇത് ദാവാക്കാർക്കുണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ ചില്ലറയല്ല.
കാരണം ഒന്ന്, അവരുടെ ഭാഗത്ത് നിന്നും മതത്തെ ഡിഫെൻഡ് ചെയ്യാൻ ആൾക്കാരില്ല. അതിനേക്കാളും അവരെ ഈ വിളറി പിടിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിനെ ഐഡിയോളജിക്കലി അറ്റാക്ക് ചെയ്യാൻ ക്രിസ്ത്യപക്ഷത്ത് നിന്ന് ചെറുപ്പക്കാർ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഭയമോ ഒന്നും ആർക്കും ഇല്ല, അതൊന്നും അങ്ങ് അടിക്കുകയാണ്. അപ്പോൾ ഇതിനെ തടയാനാണെങ്കിൽ ദാവാക്കാർക്ക് പറ്റുന്നുമില്ല. പണ്ടത്തേതുപോലെ അവരുടെ തക്കിയ ഇപ്പം ചിലവാക്കാൻ പറ്റുന്നില്ല. കാരണം ദാവാക്കാർ വൈറ്റ് വാഷ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ പിള്ളേർ പറയും തക്കിയ തൽക്കാലം കയ്യെ വെച്ചോ, ഇപ്പോൾ അടിച്ച ആ വൈറ്റ് വാഷ് ഇല്ല, അതിൻ്റെ റെഫറൻസ് നമ്പർ ഇങ്ങോട്ടാ, ഞങ്ങൾ വായിച്ചു നോക്കട്ടെ, അങ്ങനത്തെ ഒരു ഹദീസ് ഉണ്ടോ നോക്കട്ടെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആയത്തുണ്ടോ നോക്കട്ടെ, നിങ്ങളുടെ എടുക്കുകയാണ് എന്ന് പറഞ്ഞ് ഇവരങ്ങോട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ കഥയും പറഞ്ഞ് മുഹമ്മദിനെയൊക്കെ വെള്ളപൂശാൻ വരുന്നവർക്ക് എവിടെ നിന്ന് റെഫറൻസ് എടുക്കാനാണ്? കഥയല്ലേ, പുസ്തകത്തിലുള്ളതൊന്നുമല്ല, അവർ ചുമ്മാ അടിച്ചു വിടുന്നതാണ്. നബി അങ്ങനെയായിരുന്നു, പിന്നെ സ്വഹാബികൾ ഇങ്ങനെയായിരുന്നു, ഖലീഫ അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെള്ളപൂശാൻ ഓരോരോ കഥകൾ അടിച്ചിറക്കുകയാണ്. അപ്പോൾ ഈ കഥകളുടെ റെഫറൻസ് നമ്പർ ചോദിക്കുമ്പോൾ പിന്നെ കണ്ടം വഴി ഓടേണ്ടി വരും, ഒരൊറ്റ എണ്ണം കൊടുക്കാനില്ല. മനസ്സിലായ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പിള്ളേർ ഈ ദാവാക്കാർ പറഞ്ഞ കഥ പൊളിക്കാൻ വേണ്ടി റെഫറൻസ് നമ്പറും ഹദീസ് നമ്പറൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവരുടെ കഥ പറച്ചിൽ തീരും, അതോടുകൂടി തീരും. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു തുടർക്കഥയായതോടെ ദാവാക്കാർ അവരുടെ സ്ഥിരം തന്ത്രം എടുത്തിരിക്കുകയാണ്. സ്ഥിരം തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല, മുഹമ്മദിൻ്റെ കാലം മുതലേ ഉള്ള തന്ത്രമാണ്. ആ തന്ത്രം, അത് ഖുറാനിലെ തന്ത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ തെളിവ് തരാം. ഞാനിപ്പോൾ അത് വായിക്കാം നിങ്ങളുടെ മുമ്പാകെ. ദാനധർമ്മങ്ങൾ നൽകേണ്ടത് ദരിദ്രന്മാർക്കും അഗതികൾക്കും അതിൻ്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ഇസ്ലാമുമായി മനസ്സുകൾ ഇണക്കപ്പെട്ടവർക്കും അടിമകളുടെ മോചനത്തിൻ്റെ കാര്യത്തിലും കടം കൊണ്ട് വിഷമിക്കുന്നവർക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിലും വഴിപോക്കനും മാത്രമാണ്. അള്ളാഹുവിങ്കൽ നിന്ന് നിശ്ചയിക്കപ്പെട്ടതത്രേ ഇത്. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. സൂറ 9:60. ഇതാണ് ആ അള്ളാഹു പറഞ്ഞു കൊടുത്തിരിക്കുന്ന ആ തന്ത്രം, ആ ആയത്ത് പറയുന്നത് ഈ സംഭവമാണ്. ഇതിൽ മനസ്സുകൾ ഇണക്കപ്പെട്ടവർ എന്നൊരു കൂട്ടരെ കുറിച്ച് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആരാണ് ഈ മനസ്സുകൾ ഇണക്കപ്പെട്ടവർ എന്ന് അറിയണ്ടേ? അതിന് നമുക്ക് തഫ്സീറുകൾ നോക്കണം, ഇവരുടെ കമൻട്രി ഉണ്ടല്ലോ, കമൻട്രി നോക്കണം. ആദ്യം നമുക്ക് അമാനി മൗലവിയുടെ തഫ്സീർ നോക്കാം. അമാനി മൗലവി ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഈ വകുപ്പിൽ ഒന്നിലധികം തരക്കാർ ഉൾപ്പെടുന്നു. ഒരു തരക്കാർ ഇസ്ലാമിനെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും അംഗീകരിച്ചേക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നവരാകുന്നു. ഹുനൈനിലെ ഗനീമത്ത് സ്വത്തുക്കളിൽ നിന്ന് സ്വഫാൻ ഇബ്നു ഉമയ്യയ്ക്ക് നബി ഒരു വൻ തുക നൽകുകയുണ്ടായത് ഇതിനൊരു ഉദാഹരണമാണ്. മക്ക വിജയത്തെ തുടർന്ന് അനേകം ആളുകൾ വന്ന് ഇസ്ലാമിൽ പ്രവേശിച്ചപ്പോൾ തൻ്റെ കാര്യത്തിൽ ആലോചിക്കാൻ അല്പകാലം ഒഴിവ് നൽകണമെന്ന് നബിയോട് പറഞ്ഞ് ഒഴിവായ ഒരു ഖുറൈശി പ്രമാണിയായിരുന്നു അദ്ദേഹം. മുശ്രിക്കായി കൊണ്ടായിരുന്നു അദ്ദേഹം മുസ്ലിങ്ങളോടൊപ്പം ഹുനൈനിൽ സംബന്ധിച്ചിരുന്നതും. അദ്ദേഹം തന്നെ പറയുകയാണ്, ഹുനൈനിൻ്റെ ദിവസം എനിക്ക് റസൂൽ തരുവാൻ തുടങ്ങുമ്പോൾ അവിടുന്ന് എനിക്ക് ജനങ്ങളിൽ വെച്ച് ഏറ്റവും വെറുപ്പുള്ള ആളായിരുന്നു. അങ്ങനെ തന്ന് മനുഷ്യരിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായി തീർന്നു അവിടുന്ന്. അദ്ദേഹം പിന്നീട് ഇസ്ലാമിനെ അംഗീകരിച്ച് നല്ല നിലയിലായിത്തീരുകയും ചെയ്തു. മറ്റൊരു തരക്കാർ ഇസ്ലാമിനെ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വിശ്വാസം അടിയുറച്ചു കഴിഞ്ഞിട്ടില്ലാത്തവരാണ്. ഇവർക്ക് വിശ്വാസത്തിൽ ദൃഢതയും സ്ഥിരതയും ലഭിക്കുവാൻ ഇത് സഹായകമായിരിക്കും. ഇതെന്ന് പറയുന്നത് അലവൻസ് കൊടുക്കുന്നത്, കാശ് കൊടുക്കുന്നത്, മനസ്സുകൾ ഇണക്കപ്പെട്ട കൂട്ടരെ കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോഴാണ്. മക്ക വിജയത്തിൽ പുതുതായി വിശ്വസിച്ച പലർക്കും ഹുനൈനിൽ വെച്ച് വലിയ തുകകൾ നബി നൽകുകയുണ്ടായി. ഇങ്ങനെയുള്ളവരെ ഇസ്ലാമുമായി ഇണക്കുവാൻ വേണ്ടിയാണിതെന്ന് നബി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മൂന്നാമതൊരു തരക്കാർ മറ്റു ചിലരെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുവാൻ കാരണമായി തീരുമെന്നോ, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണേ, മറ്റു ചിലരെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുവാൻ കാരണമായി തീരുമെന്നോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ വല്ലവരിൽ നിന്നും ഉണ്ടാകാവുന്ന ആക്രമണങ്ങളെ തടയുവാൻ ഉപകരിക്കുമെന്നോ കാണപ്പെടുന്നവർ, ഇവരും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. അമാനി മൗലവി വിശുദ്ധ ഖുർആൻ വിവരണം, പേജ് 1320, 1321. ഇനി നമുക്ക് അബുൽ ആല മൗദൂദിയുടെ തഖ്ഫീമുൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു വിഖ്യാതമായിട്ടുള്ള കമൻട്രി ഉണ്ട്. മുസ്ലിങ്ങൾ പൊതുവെ അംഗീകരിക്കുന്ന ഒരു കമൻട്രിയാണത്. ആ കമൻട്രി, തഖ്ഫീമുൽ ഖുർആൻ എന്ന് പറയുന്ന ആ കമൻട്രിയിൽ നിന്ന് നമുക്ക് നോക്കാം. താലിഫുൽ ഖൽബ് എന്നാൽ മനസ്സ് ഇണക്കൽ എന്നാണ് അർത്ഥം. ഇസ്ലാമിൻ്റെ ശത്രുക്കളെങ്കിലും ധനം നൽകിയാൽ ശത്രുതയുടെ കാഠിന്യം ശമിക്കാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നവർ, അവിശ്വാസികളുടെ കൂട്ടത്തിലാണെങ്കിലും
പണം കൊടുത്താൽ ശത്രുപാളയം വിട്ട് മുസ്ലിങ്ങളുടെ സഹായികളായി തീരാനിടയുള്ളവർ, ഇസ്ലാമിൽ പ്രവേശിച്ചവരും എന്നാൽ സാമ്പത്തിക സഹായം നൽകി സന്തോഷിപ്പിച്ചില്ലെങ്കിൽ മുൻ ശത്രുതയും സ്വന്തം ദൗർബല്യങ്ങളും കാരണമായി കുഫറിലേക്ക് തിരിച്ചുപോയേക്കുമെന്ന് ശങ്കിക്കപ്പെടുന്നവർ, ഇവരെല്ലാം പ്രകൃത നിയമത്തിന്റെ വരുതിയിൽപ്പെടുന്നു. സ്ഥിരം അലവൻസുകളോ താൽക്കാലിക സംഭാവനകളോ പാരിതോഷികങ്ങളോ നൽകി ഇത്തരക്കാരെ ഇസ്ലാമിന്റെ സഹായികളും സഹകാരികളുമാക്കാം, അല്ലെങ്കിൽ വിധേയരും ആജ്ഞാനുവർത്തികളുമാക്കാം. ചുരുങ്ങിയ പക്ഷം നിരുപദ്രവികളായ ശത്രുക്കളാക്കി നിർത്തുകയെങ്കിലും ചെയ്യാം. ഈ വകുപ്പിൽ യുദ്ധമുതലുകളും മറ്റു വരുമാനങ്ങളും മാത്രമല്ല, ആവശ്യമെങ്കിൽ സക്കാത്ത് ധനവും ചെലവ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നൽകപ്പെടുന്നവർ ദരിദ്രരോ പരാശ്രിതരോ യാത്രക്കാരോ ആകണമെന്നില്ല. പണക്കാരും പ്രമാണിമാരുമാണെങ്കിലും സക്കാത്ത് മുതലിൽ നിന്ന് അവർക്ക് നൽകാവുന്നതാണ്. മൗദൂദി തഫ്ഹീമുൽ ഖുർആൻ വോളിയം 2 പേജ് 191. ആശയപരമായി യാതൊരു ഉൾക്കരുത്തുമില്ലാത്ത, അതിലെ ദൈവമെന്ന് അവകാശപ്പെടുന്ന അള്ളാഹുവിൻ്റെ അസ്തിത്വം പോലും അതിൻ്റെ പ്രമാണ ഗ്രന്ഥങ്ങൾ വെച്ച് തെളിയിക്കാൻ കഴിയാത്ത ഈ മതത്തിലേക്ക് ആദ്യകാലത്ത് ആളുകൾ ഓടിക്കൂടിയത് എന്തിനു വേണ്ടിയാണെന്ന് ഈ ഹദീസുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിരപരാധികളെ കൊള്ളയടിച്ച് കിട്ടുന്ന സ്വത്തിൽ നിന്ന് മുഹമ്മദ് ഇഷ്ടം പോലെ വാരിക്കോരി ആളുകൾക്ക് കൊടുത്തിരുന്നു എന്ന് ഹദീസുകളുണ്ട്. നമ്മുടെ വീഡിയോയുടെ ദൈർഘ്യം കൂടുമെന്നുള്ളത് കൊണ്ട് തെളിവിനായി ഒറ്റൊരു ഹദീസ് മാത്രം തരാം. ഇബ്നു ശിഹാബ് നിവേദനം, നബി മക്ക വിജയം നടത്തി. പിന്നെ പ്രവാചകൻ കൂടെയുള്ള മുസ്ലിങ്ങളെയും കൂട്ടി പുറപ്പെട്ട് ഹുനൈനിൽ വെച്ച് യുദ്ധം നടത്തി. അപ്പോൾ അള്ളാഹു അവൻ്റെ മതത്തെയും മുസ്ലിങ്ങളെയും സഹായിച്ചു. അന്ന് സഫ്വാൻ ഇബ്നു ഉമയ്യത്തിന് 100 ഒട്ടകങ്ങളെ കൊടുത്തു. പിന്നെ 100 എണ്ണത്തിനെയും പിന്നെയും 100 എണ്ണത്തിനെയും. സഫ്വാൻ പറയുകയാണ്, അള്ളാഹുവാണ് സത്യം, റസൂൽ എനിക്ക് ധാരാളം നൽകി. അദ്ദേഹം എനിക്ക് ഏറെ കോപമുള്ളവനായിരുന്നു. അദ്ദേഹം എനിക്ക് പിന്നെയും നൽകിക്കൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹം എനിക്ക് ഏറെ പ്രിയങ്കരനായി തീർന്നു. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 43 ഹദീസ് നമ്പർ 59. നിങ്ങൾ sunna.com ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്വഹീഹ് മുസ്ലിം എടുത്ത് 2313 ഹദീസ് നോക്കുക. 2313 ഹദീസിൽ ഇതവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. മുഹമ്മദിന് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്നതിന് ഒരു പ്രശ്നവും ഇല്ലല്ലോ. കാരണം അവനോ അവൻ്റെ കൂടെയുള്ളവരോ പണിയെടുത്തുണ്ടാക്കിയ മുതലൊന്നും അല്ല അത്. അമുസ്ലിങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയതാണ്. ഇവന്മാർ പോയി ആ അമുസ്ലിങ്ങളെ കൊള്ളയടിച്ചെടുത്ത സ്വത്തുക്കളാണിത്. അപ്പോൾ അതെടുത്ത് ഇങ്ങനെ വാരിക്കോരി വിതരണം ചെയ്യാൻ 100 ഒട്ടകങ്ങളെയൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഒട്ടകം എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ ഒരു ഒട്ടകം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു നാഷണൽ പെർമിറ്റ് ലോറി പോലെയാണ് അന്നത്തെ കാലത്ത്. മനസ്സിലായ? കച്ചവട സാധനങ്ങൾ കൊണ്ടുപോകുന്ന അതിലാണല്ലോ, വേറെ ഒന്നും ഇല്ല മരുഭൂമിയിലൂടെ കൊണ്ടുപോകാൻ. അപ്പോൾ അങ്ങനത്തെ ആ ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കുന്ന സാധനം നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ലോറിയുടെ ഒക്കെ അത്രയും വിലയോടൊപ്പുള്ള സാധനമാണ്. 100 എണ്ണയൊക്കെ അങ്ങ് വെറുതെ കൊടുക്കുക. എന്തിന്? ഇസ്ലാമിലേക്ക് വരാൻ, മുഹമ്മദിനെ ഇഷ്ടപ്പെടാൻ. കാരണം മുഹമ്മദിന് കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ലേ, കൊള്ളയടിച്ചെടുക്കുന്ന മുതലാണല്ല. ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകൾക്ക് പണം കൊടുത്ത് ഒന്നുകിൽ അവരെ കൊണ്ട് ഇസ്ലാം മതം സ്വീകരിപ്പിക്കുക, അല്ലെങ്കിൽ ഇസ്ലാമിന് അനുകൂലമാക്കി അവരെ മാറ്റുക എന്നുള്ള ഈ മുസ്ലിങ്ങളുടെ തന്ത്രം, അത് ഇന്നത്തെ ഈ ദാവാക്കാരുടെ തലയിൽ ഉദിച്ച നവീന ആശയമല്ല, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള സംഗതിയാണ്. ആ ആശയത്തിൻ്റെ ഉപജ്ഞാതാക്കൾ മുഹമ്മദും അള്ളാഹുവുമാണ്. ഇസ്ലാം ന്യൂനപക്ഷമായിരിക്കുന്ന കാലത്ത് മാത്രമേ ഈ തന്ത്രം പുറത്തെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഇസ്ലാം പ്രബലമായി കഴിഞ്ഞാൽ ഈ ഓഫർ റദ്ദ് ചെയ്യും. അത് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം. മുഹമ്മദ് മരിച്ചു കഴിഞ്ഞപ്പോൾ അബൂബക്കർ ഖലീഫയായിരിക്കുന്ന സമയത്ത് ഉമർ, പിന്നെ 2ാം ഖലീഫയായി വന്ന ഉമർ ഈ നിയമം അസാധുവാക്കി. അതിന് അദ്ദേഹം പറഞ്ഞ ന്യായീകരണം, ഇസ്ലാം അശക്തമായ കാലത്തായിരുന്നു ഈ നിയമത്തിൻ്റെ ആവശ്യം. ഇപ്പോഴാകട്ടെ അള്ളാഹു ഇസ്ലാമിനെ പരാശ്രയമുക്തമാക്കിയിരിക്കുന്നു. ഇനി ഇവരൊക്കെ ഇസ്ലാമിനെ ആശ്രയിക്കണം, അല്ലാതെ ഇസ്ലാം അവരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് അദ്ദേഹം പറഞ്ഞ ന്യായം. എന്നാലിപ്പോൾ ഇന്ന് ഇന്ത്യ പോലെയൊക്കെയുള്ള രാജ്യങ്ങളിൽ, ഇന്ത്യയിൽ നമുക്കറിയാം ഇന്ത്യ ഒരു ഇസ്ലാം ന്യൂനപക്ഷ രാജ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഈ നിയമം ഇപ്പോഴും സാധുവായ കാര്യമാണ്. കാരണം എന്താ? ഇവിടെ ഇസ്ലാമിനെ നമ്മളാരും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഇസ്ലാം ഇവിടെ നിലനിന്ന് പോകണമെങ്കിൽ നമ്മളെയൊക്കെ ആശ്രയിക്കണം, മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കേണ്ടുന്ന സ്ഥിതിയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് ആശയപരമായ അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള ഉഡായിപ്പുകൾ ഇവന്മാർ കാണിക്കും. മനസ്സിലായോ? അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രമുഖ ഇസ്ലാമിക ദാവാ സംഘടനയായ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പ്രഭാഷകനായ മുഹമ്മദ് ഈസയുടെ ചേട്ടൻ യൂസഫ് യഹിയ ഇസ്ലാമിലേക്ക് മാറാൻ വേണ്ടി എനിക്ക് വീടും സ്ഥലവും പണവും ഒക്കെ അവൻ ഓഫർ ചെയ്തത്, എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ട്. അനിലയ്യപ്പനെ വിലക്കെടുക്കാനുള്ള പണം അച്ചടിക്കാനുള്ള പ്രസ് ലോകത്ത് ഇന്ന് വരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല എന്ന് ഞാനന്ന് അവന് മറുപടി കൊടുക്കുകയും ചെയ്തു. അതോടുകൂടി അവന് കാര്യം മനസ്സിലായി. പിന്നെ ആരും ആ ഓഫറും കൊണ്ട് എൻ്റെ പുറകെ വന്നിട്ടില്ല.
പക്ഷെ എല്ലാവരും ഇതുപോലെ മറുപടി പറയണമെന്നില്ല. ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ് നടക്കുന്ന പലരും മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇസ്ലാമുമായി മനസ്സുകൾ ഇണയ്ക്കപ്പെട്ടവരാണ്. അവരുടെ മനസ്സ് ഇസ്ലാമുമായിട്ട് ഇണക്കപ്പെട്ട് കിടക്കുകയാണ്. ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയാമെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ആ പറഞ്ഞതനുസരിച്ച് ഇവരുടെയൊക്കെ വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇവർ പാസ്റ്റർമാരാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കും. പാസ്റ്റർമാരാണെന്ന് ചിലർ പാതിരിമാരാണെന്നും പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പല ടൈപ്പ് ടീമുകളുണ്ട്. പക്ഷേ കാര്യമൊന്നുമില്ല. ഇവരൊക്കെ ഇസ്ലാമുമായിട്ട് മനസ്സ് ഇണക്കപ്പെട്ട ആളുകളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പാസ്റ്റർമാരാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഷിബു പീഡിയയ്ക്കലും മുഹമ്മദ് ഈസയുടെ ചേട്ടൻ ജിഹാദി ലോറൻസും ഒക്കെ ഈ ഇസ്ലാമുമായി മനസ്സുകൾ ഇണയ്ക്കപ്പെട്ട ടീമുകളാണ്. ആ കാറ്റഗറിയിൽ വരുന്ന ഒരാളെക്കുറിച്ച് ക്രിസ്ത്യാനികൾക്ക് മുന്നറിയിപ്പ് തരാനാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയയിലെ ക്രിസ്ത്യാനികൾ അത്യന്തം ജാഗ്രത പുലർത്തേണ്ട വേറെ 2 ക്രിസ്ത്യൻ നാമധാരികളും കൂടിയുണ്ട്. അവരെക്കുറിച്ച് ഒന്ന് പറയാം. ഇതിലൊന്നാമത്തെ ആള് ചങ്ങനാശ്ശേരിക്കാരൻ റെന്നി കുരിശുമൂട്ടിൽ എന്ന വ്യക്തിയാണ്. ഇവൻ നല്ല ഒന്നാന്തരം ഒരു വിഷമാണ്. സ്വന്തം പേരിൽ ക്ലബ് ഹൗസിൽ വരാനുള്ള ധൈര്യം ഇവനില്ലാത്തത് കൊണ്ട് മാസ്റ്റർ എന്ന കള്ളപ്പേരിലാണ് ഇവൻ ക്ലബ് ഹൗസിൽ വരുന്നത്. ചങ്ങനാശ്ശേരി വെച്ച് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ ഒരു മീറ്റിംഗ് നടന്നപ്പോൾ ട്രൂത്ത് ഫൈറ്റേഴ്സിലുള്ള സഹോദരങ്ങളൊക്കെ ചിലരതിൽ പങ്കെടുത്തിരുന്നു. അപ്പം അന്ന് ഈ റെന്നി കുരിശുമൂട്ടിലെന്ന് പറയുന്നവൻ അവിടെ വന്ന എല്ലാ സഹോദരങ്ങളുടെയും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയുണ്ടായി. അപ്പം അത് തെറ്റായൊരു കാര്യമൊന്നുമല്ല. ഇപ്പം നമ്മളൊരു പ്രോഗ്രാമിന് ചെല്ലുന്നു, അവിടെയുള്ള സഹോദരന്മാർ നമ്മുടെ ഫോട്ടോ എടുക്കുന്നു. ഇപ്പം ഞാൻ ചെല്ലുമ്പോൾ എന്നെ ഒപ്പം നിന്ന് പലരും ഫോട്ടോ എടുക്കാറുണ്ട്. അതല്ലാതെ എന്നെ വെറുതെ ഫോട്ടോ അങ്ങനെയൊക്കെ എടുക്കാറുണ്ട്. അതൊരു തെറ്റൊന്നുമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവൻ വന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ സഹോദരന്മാർക്ക് ഫോട്ടോ മാത്രമല്ല വീഡിയോസൊക്കെ എടുത്തിരുന്നു. അപ്പോൾ സഹോദരന്മാർക്ക് ആർക്കൊരു സംശയമൊന്നും തോന്നിയിരുന്നില്ല. പിന്നെ ഇത് കഴിഞ്ഞു. ഈ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കാരണവുമില്ലാതെ ഈ ചങ്ങനാശ്ശേരിക്കാരൻ കുരിശുമൂട്ടിൽ റെനി ട്രൂത്ത് ഫൈറ്റേഴ്സിനെതിരെ തിരിഞ്ഞു. സാക്ഷിയുടെയും ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെയും പുറയിലുള്ളവർ മാവോയിസ്റ്റുകളാണെന്നും ട്രൂത്ത് ഫൈറ്റേഴ്സിന് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്നും ആ ഗ്രൂപ്പിൽ ചേരണമെങ്കിൽ ആധാർ കാർഡിൻ്റെ കോപ്പി, ഈ ചേരാൻ വരുന്ന ആൾക്കാരിൽ നിന്ന് ഞങ്ങൾ അവരുടെ ആധാർ കാർഡിൻ്റെ കോപ്പി ഞങ്ങൾ വാങ്ങും, വാട്സാപ്പ് ചെയ്ത് വാങ്ങും. അതിനുശേഷം മാത്രമേ അവരുടെ ഐഡൻറ്റിറ്റിയൊക്കെ ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് ഞങ്ങൾ ഇവരെയൊക്കെ ആഡ് ചെയ്യുന്നുള്ളൂ. അതിനകത്ത് ചേർന്നവർക്ക്, ഈ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് ചേർന്നവർക്ക് ഞങ്ങൾ തീവ്രവാദത്തിൻ്റെ സ്റ്റഡി ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. ഈ മാവോയിസത്തിൻ്റെ ഒക്കെ സ്റ്റഡി ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനോട് താല്പര്യമില്ലാത്ത ക്രിസ്ത്യാനികൾ ആരെങ്കിലും ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇവരുടെ ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ ജിഹാദികൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇതിനകത്ത് നിർത്തിയിരിക്കുന്നത്. സാക്ഷിയുടെയും ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെയും ഒപ്പം ആളുകൾ നിൽക്കുന്നത് ഞങ്ങളിങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടാണെന്നൊക്കെയാണ് ഈ ചങ്ങനാശ്ശേരിക്കാരൻ കുരിശുമൂട്ടിൽ റെനി ക്ലബ്ബ് ഹൗസിൽ സകല സംഖ്യകളുടെയും ജിഹാദികളുടെയും നിരീശ്വരവാദികളുടെയും റൂമുകളിൽ പറഞ്ഞുകൊണ്ട് നടന്നത്. ഒറ്റയിടത്ത് പോലും ഇവൻ തെളിവ് കൊടുക്കുകയുണ്ടായില്ല. വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു. പിന്നെ അടയാളം ടൈറ്റസിന് ഞങ്ങൾ പ്രമാണങ്ങൾ ഉദ്ധരിച്ച് മറുപടി പറയുന്നതിൽ വിഷമമുള്ള കുറേ ക്രിസംഗി പിള്ളേർ അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾക്കെതിരെ റൂമുകൾ വിട്ടു. പിന്നീട് ഈ കുരിശുമൂട്ടിൽ റെനി എന്ന് പറയുന്നവനെ റെഫറൻസായി വെച്ചുകൊണ്ട് ജിഹാദികളും സംഘികളും നാസ്തികരും അവൻ പറഞ്ഞ അതേ ആരോപണം ഞങ്ങൾക്കെതിരെ ഉന്നയിക്കുകയുണ്ടായി. അവരും ആരോപണങ്ങൾക്ക് തെളിവൊന്നും തരികയുണ്ടായില്ല. ഒരു തെളിവുമില്ല. ഈ സുപ്രഭാതനെ പോലെയുള്ള സംഘികളും പിന്നെ കുറേ തോണിക്കാരെന്ന് പറയുന്ന ടീമുകൾ, പിന്നെ വേറെ കുറേ എണ്ണമുണ്ട്. കൗണ്ടർ പോയിന്റ് എന്നാ പേര്. കൗണ്ടർ പോയിന്റ് ഒന്നല്ല, കൗണ്ടർ പെയിൻസ് എന്നാണ് പറയേണ്ടത്. അന്യായ പെയിന്റ് അടിക്കലാണ്. ഇസ്ലാമിനെ അങ്ങ് പെയിന്റ് അടിച്ച് ഒളിപ്പിക്കാൻ നോക്കുന്ന ടീമാണ്. അപ്പോൾ ഇവന്മാരെല്ലാം ഈ ആരോപണം ഞങ്ങൾക്കെതിരെ ഉന്നയിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും അവരോട് ഈ ആരോപണങ്ങൾക്ക് തെളിവ് ചോദിച്ചാൽ അവർ പറയുന്നത് ഇത് മാസ്റ്റർ പറഞ്ഞതാണ്. മാസ്റ്ററുടെ കയ്യിൽ തെളിവില്ലാതെ മാസ്റ്റർ ഇത് പറയുമോ? അയാളൊരു പാസ്റ്റർ അല്ലേ? ഇവൻ പാസ്റ്ററാണെന്നും പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷേ ഇവൻ പാസ്റ്ററൊന്നും അല്ല, ഇവൻ സാധാരണ വിശ്വാസിയാണ്. അതിനാൽ ഇവൻ പാസ്റ്റർ എന്നും പറഞ്ഞ് എല്ലായിടത്തും നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ കയ്യിൽ തെളിവില്ലാതെ ഇത് പറയുമോ? മാത്രമല്ല മാസ്റ്റർ ഇവർക്കെതിരെ, ട്രൂത്ത് ഫൈറ്റേഴ്സിനെതിരെ ഇങ്ങനെ ആരോപണങ്ങളൊക്കെ ഇത്രയും കാര്യമായിട്ട് പറഞ്ഞിട്ട് ഇതുവരേക്കും ട്രൂത്ത് ഫൈറ്റേഴ്സ് ഈ ആരോപണങ്ങളെ നിഷേധിച്ചിട്ടുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നിഷേധിക്കാത്തത്? ഈ ആരോപണങ്ങളൊക്കെ സത്യമാണ്, അത് നിഷേധിക്കാൻ ട്രൂത്ത് ഫൈറ്റേഴ്സിന് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞാണ് പിന്നെ ഇവന്മാർ പ്രചരിപ്പിച്ചത്. അപ്പം അങ്ങനത്തെ ഒരു സ്ഥിതി വന്നപ്പോഴാണ് ഒരു ചർച്ചയിൽ വെച്ച് ഞങ്ങൾ ഇവന്മാരോടെല്ലാം തെളിവ് ചോദിച്ചത്. പിന്നീട് തെളിവ് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ വേറെ സെപ്പറേറ്റ് റൂമുകൾ ട്രൂത്ത് ഫൈറ്റേഴ്സിനകത്ത് തന്നെ റൂമുകൾ ഇടുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ ഈ ചാനലിൽ തന്നെ ലൈവ് ചെയ്തിരുന്നതാണ്. നിങ്ങളതെല്ലാം കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നാണവും മാനവും അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ തെളിവിൻ്റെ ഒരു തരിയെങ്കിലും എടുത്തുകൊണ്ടുവന്ന് നാണോ മാനോ സംരക്ഷിക്കേണ്ട നിർബന്ധിതാവസ്ഥയിലേക്ക് അവരെ തള്ളിവിടുന്നത്ര രൂക്ഷമായ ഭാഷയിലാണ് ഞങ്ങൾ തെളിവ് ചോദിച്ചതെന്ന് ആ റൂമുകളിൽ ഉണ്ടായിരുന്നവർക്ക് അറിയാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അത് കേട്ടവർക്ക്, ആ ചർച്ച കേട്ടവർക്ക് അറിയാൻ പറ്റും. അപ്പം ഞങ്ങൾ തെളിവ് ചോദിച്ചതോടെ ഇവന്മാരെല്ലാം വെട്ടിലായി. ഒരു തെളിവും അവർക്ക് എടുക്കാനില്ല.
അപ്പോൾ ആൾക്കാർക്കും മനസ്സിലായി, ഈ ക്ലബ് ഹൗസിലും അല്ല സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർക്കും മനസ്സിലായി ഞങ്ങൾക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവ് നൽകാൻ ഇവർക്ക് കഴിയില്ല, ഇവരുടെ കയ്യിൽ തെളിവൊന്നുമില്ല, ഇവർ ചുമ്മാ കാടടച്ച് വെടിവെച്ചതാണെന്നുള്ള കാര്യം ഈ ആളുകൾക്ക് മനസ്സിലായി. അവർക്കത് മനസ്സിലായി എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ആ വിഷയം വിടുകയും ചെയ്തു. പിന്നെ അതിൻ്റെ പുറകെ പോയില്ല. പിന്നീടാണ് ഈ റെനി കുരിശുമൂട്ടിൽ എന്ന വ്യക്തി ഒരു കാളകൂട വിഷമാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന സംഭവം നടക്കുന്നത്. ഈ ചങ്ങനാശ്ശേരിയിൽ വെച്ച് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ ഒരു മീറ്റിംഗ് നടന്നപ്പോൾ റെനി കുരിശുമൂട്ടിൽ അതിൽ പങ്കെടുത്ത സഹോദരങ്ങളുടെയൊക്കെ ഫോട്ടോസും വീഡിയോസും എടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇവനെന്ത് ചെയ്യുന്നറിയാമോ? അതിലെ ചിലരുടെ ഫോട്ടോസ് ഇവൻ ജിഹാദികൾക്ക് കൊടുത്തു, ചിലരുടെ ഫോട്ടോസ് സംഘികൾക്കും കൊടുത്തു. ഈ അജീഷ് ബ്രദറിന്റെ ഫോട്ടോ രണ്ടു കൂട്ടർക്കും കൊടുത്തു. കാരണം രണ്ടു കൂട്ടർക്ക് അജീഷ് ബ്രദറിനോട് കലിപ്പുണ്ട്. ശിവപുരാണം വായിക്കാൻ തുടങ്ങിയതിനു ശേഷം സംഘപരിവാറിൽപ്പെട്ടവർക്കും ഉണ്ട്, പിന്നെ അതിതീവ്ര ഹിന്ദുക്കൾക്കും അതിതീവ്ര ആർഷഭാരത സംഘികൾ അവന്മാരുണ്ടല്ലോ, അവന്മാർക്കൊക്കെ കൊടുക്കാത്ത കലിപ്പാണ്. പിന്നെ പണ്ടേ ജിഹാദികൾക്കും കലിപ്പാണ്. രണ്ടു കൂട്ടർക്കും അജീഷ് ബ്രദറിനോട് കലിപ്പുണ്ട്. അതുകൊണ്ട് ഇവൻ അജീഷ് ബ്രദറിന്റെ ഫോട്ടോ രണ്ടു കൂട്ടർക്കും കൊടുത്തു. അപ്പോൾ ഏതായാലും ഇവനിങ്ങനെ ഞങ്ങളുടെ കൂടെ അന്ന് വന്ന ആളുകളുടെയൊക്കെ ഫോട്ടോ, സഹോദരങ്ങളുടെയൊക്കെ ഫോട്ടോ കൊടുത്തു. ക്ലബ് ഹൗസിനകത്ത് ശബ്ദം മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ, മുഖം കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതാ ഇവനാണെന്നും പറഞ്ഞുകൊണ്ട് ഓരോരുത്തരുടെ ഫോട്ടോ ഇവൻ കൊടുത്തു എല്ലാവർക്കും. പക്ഷെ അതുകൊണ്ട് ഇവൻ പ്രതീക്ഷിച്ച ഫലമൊന്നും ഉണ്ടായില്ല. കാരണം അജീഷ് ബ്രദർ വാട്സാപ്പിൽ ഇസ്ലാമിനെ അടിച്ചുകൊണ്ടാണ് ഈ ഫീൽഡിലേക്ക് കടന്നു വരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് വാട്സാപ്പിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഈ പഴയ കാലത്ത് പോലുള്ള ദാവാക്കാരിൽ പലരുടെയും കയ്യിലുണ്ട്. മാത്രമല്ല ആദ്യകാലത്ത് സ്വന്തം ഫോട്ടോ ഇട്ടുകൊണ്ടാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നത്. ഈ വാട്സാപ്പിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ DP സ്വന്തം ഫോട്ടോ തന്നെയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും പല ദാവാക്കാരുടെയും ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ ഉണ്ട്. അതൊന്നും ഈ റിന്നിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് അതൊക്കെ ചീറ്റിപ്പോയത്. ഇവൻ വിചാരിച്ചു വലിയ കാര്യത്തിന് ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അജീഷ് ബ്രദറും മറ്റു സഹോദരങ്ങളൊക്കെ പേടിച്ച് മിണ്ടാതിരിക്കും എന്നൊക്കെ അവൻ വിചാരിച്ചു. ഇവൻ ഈ സംഘികളുമൊക്കെ ആയിട്ട്, സംഘികളും തോണിക്കാരും ഇവന്മാരെല്ലാം ഒരുമിച്ച് ചേർന്നിട്ടൊക്കെയാണ് ഈ ക്ലോസ് റൂം ഇടുന്നത് ഞങ്ങൾക്കെതിരെ, ട്രൂത്ത് ഫൈറ്റേഴ്സിനെതിരെ. അപ്പോൾ അതിനകത്ത് നമുക്ക് ആളുകളുണ്ട്, സഹോദരന്മാരെന്ന് പറയാൻ പറ്റുകയില്ല, പക്ഷെ നമ്മളോട് സ്നേഹമൊക്കെ ഉള്ള ആളുകളുണ്ട്, ബഹുമാനമുള്ള ആളുകൾ. ഈ ഇസ്ലാമിനെ കൃത്യമായിട്ട് കേരളത്തിൽ തുറന്നു കാണിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചവർ എന്നുള്ള നിലയിൽ ഞങ്ങളോടൊരു ബഹുമാനം പുലർത്തുന്ന പലരും അതിനകത്തുണ്ട്. അത് ഇവന്മാർക്ക് അറിയില്ല. ഇവർ അപ്പോൾ തന്നെ നമുക്ക് വിവരങ്ങളൊക്കെ തരും. ക്ലോസ് റൂം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് വിവരം തരും. അപ്പോൾ ഒരു ക്ലോസ് റൂമിൽ ഈ കുരിശുമൂട്ടിൽ റെന്നി പറഞ്ഞതാണ്, അനിൽകുമാർ അയ്യപ്പനെ ക്ലബ് ഹൗസിൽ നിന്ന് കെട്ടുകെട്ടിക്കുന്നതിന് വേണ്ടി ഞാൻ എത്ര പണം മുടക്കാനും തയ്യാറാണെന്ന്, എത്ര ചെലവുകളിലും ഞാൻ വഹിക്കാമെന്നൊക്കെ അവിടെ ഡയലോഗ് അടിച്ചെന്ന് ഞാൻ അറിഞ്ഞു. ഏതായാലും ഇവൻ ഞങ്ങളുടെ സഹോദരന്മാരുടെ ഫോട്ടോയൊക്കെ എടുത്ത് മറ്റുള്ളവർക്കൊക്കെ കൊടുത്തതിൻ്റെ ഉദ്ദേശം നടന്നില്ലെങ്കിലും ഇവൻ്റെ ഈ മനോഭാവം ഉണ്ടല്ലോ, ഈ കുരിശുമൂട്ടിൽ റെന്നിയുടെ മനോഭാവം അവനുമായി ബന്ധപ്പെടുന്ന എല്ലാ ക്രിസ്ത്യാനികൾക്കും ദോഷം ചെയ്യുന്നതാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് അവനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകണമെന്നുള്ളൊരു തോന്നൽ ഞങ്ങളിൽ ഉളവായത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ട്രൂത്ത് ഫൈറ്റേഴ്സിലുള്ള പല സഹോദരങ്ങളുടെയും ഐഡന്റിറ്റി അന്വേഷിച്ച് ദാവാക്കാരും ജിഹാദികളും നടക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം 10ഓളമായി. ക്ലബ് ഹൗസിൽ പോകുന്നതാണ്. അതിനു മുമ്പേ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഈ ഫേസ്ബുക്കിലൊക്കെ ഞങ്ങൾ സജീവമായിരുന്ന കാലം മുതലേ ഇവർ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ മാത്രമാണ് മുഖം കാണിച്ചുകൊണ്ട് വന്നത്. പിന്നീട് അതിനുശേഷം കുറച്ച് സഹോദരങ്ങളും മുഖം കാണിച്ചുകൊണ്ടിട്ടുണ്ട്. ഫേസ്ബുക്കിൽ അള്ളാഹുവിനെയും മുഹമ്മദിനെയും എയറിൽ കയറ്റുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ട്രൂത്ത് ഫൈറ്റേഴ്സിലെ പല സഹോദരങ്ങളും തങ്ങളുടെ പ്രൊഫൈലിൽ സ്വന്തം ഫോട്ടോ വയ്ക്കാത്തത് അവരുടെയോ അവരുടെ കുടുംബാംഗങ്ങളുടെയോ സേഫ്റ്റിയെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അന്ന് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ മീറ്റിംഗ് കൂടിയ ഈ സഹോദരങ്ങളിൽ ഇങ്ങനെ സേഫ്റ്റി ഇഷ്യൂ ഉള്ളവരുണ്ടായിരുന്നെന്ന് വെച്ചോ. ദൈവറുബിയാൽ അന്ന് അവിടെ കൂടിയ ആർക്കും ഇങ്ങനെയുള്ളൊരു സേഫ്റ്റി ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. അവർ ഗൾഫിലൊന്നുമല്ല, മറ്റ് പല രാജ്യങ്ങളിൽ, വെസ്റ്റേൺ രാജ്യങ്ങളിൽ അവിടെ ഇങ്ങനെയുള്ളവരൊക്കെയാണ്. അവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ പ്രശ്നമുള്ളതൊന്നുമല്ല. അങ്ങനെയുള്ള അവസ്ഥയിലുള്ള സഹോദരന്മാരാണ്. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം, സേഫ്റ്റി ഇഷ്യൂ ഉള്ള സഹോദരന്മാരാണ് അവിടെ ചെന്നതെന്ന് വെച്ചോ. നമ്മൾ എന്താണ് ക്രിസ്ത്യൻ സാഹോദര്യത്തിൻ്റെ പുറത്ത് അവിടെ ചെല്ലുകയാണ്. അവിടെ വന്നിരിക്കുന്നവരെല്ലാവരും ക്രൈസ്തവരായിരിക്കുന്ന ആളുകൾ. നമ്മൾ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുന്നു, അല്ലാതെ ഒറ്റയ്ക്കൊക്കെ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. നമ്മളിത് ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇത് ഭാവിയിൽ നമുക്കെതിരായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ ഫോട്ടോ എടുക്കുന്നതെന്ന്. അപ്പം അന്ന് അവിടെ ചെന്നതിൽ ഈ സേഫ്റ്റി ഇഷ്യൂ ഒക്കെ ഉള്ള സഹോദരന്മാർ ആരെങ്കിലും ഉണ്ടായിരുന്നെന്ന് വെച്ചോ, അവരുടെ ഫോട്ടോയൊക്കെ ഇവൻ വെളിയിൽ വിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ പ്രത്യാഘാതമെന്ന് നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കിയേ. ഒന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾ. അവിടെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പല ആളുകളെയും ഇവന്മാർ തെരഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഈ കുരിശുമൂട്ടിൽ റെനി ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ് നടക്കുന്നവനാണ്. ഇപ്പോൾ ക്രിസ്ത്യാനികളെല്ലാവരും ഏകാഭിപ്രായത്തിൽ ജീവിക്കുന്നവരെല്ലാം നമുക്കറിയാം. സ്വാഭാവികമായും പല കാര്യങ്ങളിലും നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അത് പരിഹരിക്കാൻ ഇഷ്ടംപോലെ മാർഗങ്ങൾ നമ്മുടെ മുമ്പാകെ ഉണ്ട്. ആ മാർഗങ്ങളൊന്നും ഉപയോഗിക്കാതെ തനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കാരെക്കുറിച്ച് യാതൊരു തെളിവുമില്ലാതെ നട്ടാൽ കുറുക്കാത്ത പച്ച നുണ വിളിച്ചു പറയുകയും
അതുമാത്രമല്ലാതെ പിന്നെ അവരുടെ ജീവനും ജീവിതത്തിനും ഭീഷണി ഉണ്ടാകുന്ന വിധത്തിൽ അവരുടെ ഐഡന്റിറ്റി വെളിയിൽ വിടുകയും ചെയ്യുന്ന ഈ റെന്നി കുരിശുമൂട്ടിൽ എന്ന് പറയുന്ന വ്യക്തിയെ ചങ്ങനാശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ക്രിസ്ത്യാനികളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അവൻ പങ്കെടുക്കുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾ പങ്കെടുക്കാതിരിക്കുക, നിങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ. അതല്ല ഇനിയിപ്പോൾ നിങ്ങൾ പങ്കെടുത്തൊരു പ്രോഗ്രാമിൽ അവൻ വന്നെന്ന് കരുതിക്കോ, എക്കാരണം കൊണ്ടും നിങ്ങളുടെ ഫോട്ടോ അവൻ എടുക്കാൻ നിങ്ങൾ അനുവദിക്കാതിരിക്കുക. നാളെ നിങ്ങളുമായി എന്തെങ്കിലും കാര്യത്തിൽ അവൻ തെറ്റിക്കഴിഞ്ഞാൽ ആ ഫോട്ടോസൊക്കെ അവൻ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കും. അങ്ങനെയുള്ള ആ മെൻറ്റാലിറ്റി ഉള്ള ഒരുത്തനാണ് അവൻ. അപ്പോൾ നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ മുന്നറിയിപ്പ് തരുന്നതാണ്. ഇനി വേറൊരാളുണ്ട് സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ക്ലബ് ഹൗസിലുള്ള ക്രിസ്ത്യാനികൾ വളരെ ജാഗ്രത പുലർത്തേണ്ട മറ്റൊരു ഐറ്റമാണത്. താനൊരു പാസ്റ്റർ ആണെന്നാണ് ഈ പുള്ളി സ്വയം അവകാശപ്പെടുന്നത്. പേര് റജി ഉത്തരാഖണ്ഡ് എന്നാണ്. ആ പേരിലാണ് പുള്ളി വരുന്നത്. ഫേസ്ബുക്ക് പേര് റജി മാത്യു സി തോമസ്. ഇവൻ ക്ലബ് ഹൗസിൽ വന്ന ആദ്യ സമയത്ത് തന്നെ ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ റൂമിൽ കയറി വന്ന് ഞങ്ങളെയൊക്കെ അങ്ങ് വിമർശിക്കുകയുണ്ടായി. ഞങ്ങൾ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നത് ശരിയല്ലെന്നും സംഘികളാണ് ക്രിസ്ത്യാനികൾക്ക് ദോഷം ചെയ്യുന്നതെന്നും ഉത്തരേന്ത്യയിൽ സംഘികളിൽ നിന്ന് ക്രിസ്ത്യാനികൾക്ക് പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടുത്തെ മുസ്ലിങ്ങളാണ് ക്രിസ്ത്യാനികളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നതെന്നും അതുകൊണ്ട് ഇസ്ലാമിനെതിരെയല്ല സംഘികൾക്കെതിരെയാണ് ക്രിസ്ത്യാനികൾ സംസാരിക്കേണ്ടതെന്നും പറഞ്ഞായിരുന്നു ഇവന്റെ വിമർശനം. അപ്പം അന്ന് ഞാൻ അവരോട് വ്യക്തമായിട്ട് പറഞ്ഞു, സഹോദര, കേരളത്തിലെ അവസ്ഥയും കേരളത്തിന് വെളിയിലെ അവസ്ഥയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. കേരളത്തിൽ ക്രിസ്ത്യാനികൾക്ക് ഭീഷണി സംഘികളല്ല ജിഹാദികളാണ്. മാറി മാറി കേരളത്തിൽ ഭരണത്തിൽ വരുന്ന ഇടതനും വലതനും ജിഹാദികളെ സൂചിപ്പിക്കുകയാണ്. അവർക്ക് കേരളത്തിൽ എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ബ്യൂറോക്രസിയിൽ അവരുടെ ആളുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. പോലീസിൽ അവർക്ക് ആളുകളുണ്ട്. 10 കൊല്ലം കൂടി കഴിയുമ്പോഴേക്കും കേരളം ഇസ്ലാമിസ്റ്റുകൾ ഭരിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതി വന്നാൽ കാശ്മീരിലെ പണ്ഡിറ്റുകളുടെ അവസ്ഥയാകും കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരാതെ നോക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇസ്ലാമിനെ തുറന്നു കാണിക്കുന്നത്. എന്നാൽ കേരളത്തിൽ വെളിയിൽ ഞങ്ങൾക്കറിയാം സംഖ്യകൾ അവിടെ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യേ, ക്ലബ് ഹൗസിൽ ഹിന്ദി റൂമുകൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേ. ഹിന്ദി റൂമുകൾ നിങ്ങൾ തുടങ്ങിയിട്ട് ഉത്തരേന്ത്യയിലെ ക്രൈസ്തവ സഹോദരങ്ങൾ, അവരുടെ മാതൃഭാഷ തന്നെ ഹിന്ദിയാണല്ലോ ഉത്തരേന്ത്യയിലേക്കുള്ള ക്രിസ്ത്യാനികൾ. അപ്പോൾ അങ്ങനെയുള്ള ആ സഹോദരങ്ങളെ നിങ്ങൾ ആ റൂമുകളിൽ കൂട്ട്. അപ്പോൾ അവിടെ വന്നിട്ട് ആ റൂമുകളിൽ വെച്ച് സംഘികൾ അവിടെ ചെയ്യുന്ന അന്യായങ്ങൾക്കെതിരെ ഇവർ സംസാരിക്കട്ടെ. കൂടാതെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഹിന്ദി അറിയാവുന്ന സഹോദരന്മാരുണ്ട്. എനിക്ക് ഹിന്ദി അറിയില്ല, പക്ഷേ ഹിന്ദി അറിയാവുന്ന സഹോദരന്മാരുണ്ട്. അപ്പോൾ അവർ നിങ്ങളെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവനതിന് തയ്യാറല്ല. അവൻ പിന്നെയും പറഞ്ഞ് ഞങ്ങളെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനൊന്നും പറയാൻ പാടില്ല, ഇസ്ലാമിനൊന്നും പറയാൻ പാടില്ല എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നിവൃത്തിയില്ലാത്ത സ്ഥിതി വന്നപ്പോൾ ഞങ്ങൾ അവനെ സ്പീക്കേഴ്സ് പാനലിൽ നിന്നും താഴേക്കിട്ട് ഒഴിവാക്കുകയാണ് ചെയ്തത്. സാന്ദർഭികമായിട്ട് ഞാനൊരു കാര്യം കൂടി പറയട്ടെ, വിഷയത്തിൻ്റെ പുറത്തേക്ക് പോയിട്ട് പറയാണ്, ഇതിനോട് ചേർത്ത് പറയാനുള്ളതാണ്. ഈ ബ്യൂറോക്രസിയിൽ ജിഹാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല. ഞങ്ങളുടെ സഹോദരൻ മനോജിനെ ജിഹാദികൾ ആക്രമിച്ച കേസിൽ പോലീസ് അന്വേഷണം നടത്തിയതിൻ്റെ അനന്തരഫലമായിട്ട് പോലീസ് ഡാറ്റാബേസിൽ നിന്ന് RSS നേതാക്കളുടെ വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന് ചോർത്തി കൊടുത്ത ഈ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ അനസ് എന്ന് പറയുന്ന പോലീസുകാരന് ആദ്യം സസ്പെൻഷൻ കിട്ടി, പിന്നീട് അവനെ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടുകയും ചെയ്തു. അത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മാധ്യമങ്ങളിലെല്ലാം അത് വലിയ വാർത്തയായിട്ട് തന്നെ വന്നതാണ്. എന്നാൽ അത് കഴിഞ്ഞിപ്പോൾ ആ കാറ്റഗറിയിൽ ഏറ്റവും അവസാനത്തെ ആൾ, അല്ലെങ്കിൽ ഏറ്റവും പുതിയ ആൾ, ഇനിയും പുറകെ വരാൻ കിടക്കുകയാണ് ആളുകൾ, ഒരു ഫയർഫോഴ്സ് ഓഫീസറാണ്. ഫയർഫോഴ്സ് ഓഫീസർ പാലക്കാട്ടെ RSS പ്രവർത്തകൻ ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിലാണ് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് ഫയർ സ്റ്റേഷനിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഈ ജിഷാദ് എന്ന് പറയുന്ന കൊടുവായൂർ നവക്കോട് AP സ്ട്രീറ്റിൽ ജിഷാദ് അറസ്റ്റിലായത്. ശ്രീനിവാസനെ കൊല്ലാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയിലും അതുപോലെ SDPI പ്രവർത്തകരെ ആക്രമിച്ചവർക്കെതിരെയുള്ള പ്രതികാര കൊലയ്ക്ക് വേണ്ടി കൊല്ലപ്പെടേണ്ടവരുടെ പട്ടിക തയ്യാറാക്കുകയും ചെയ്ത ആളാണ് ജിഷാദ് എന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല ജിഷാദിന് RSS പ്രവർത്തകൻ സഞ്ജിത്തിന്റെ കൊലപാതക കേസിലും പങ്കുണ്ടെന്ന് പോലീസ് പറഞ്ഞു. സഞ്ജിത്ത് ഭാര്യ വീട്ടിലേക്ക് താമസം മാറ്റിയതും സഞ്ജിത്തിന്റെ യാത്രാവിവരങ്ങളും ശേഖരിച്ചവരിൽ ഒരാൾ ജിഷാദാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കേരളത്തിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിരീശ്വരവാദികളുമായ ആളുകൾ പോലീസ് അടക്കമുള്ള സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നുണ്ട്.
കുടുംബക്കാർക്ക് വേണ്ടിയോ സ്നേഹിതന്മാർക്ക് വേണ്ടിയോ തങ്ങളുടെ പദവിയെ ദുരുപയോഗം ചെയ്തിട്ടുള്ള ആളുകൾ ഇതിനകത്തുണ്ട്. അത് മതമൊന്നും വ്യത്യാസമൊന്നുമില്ല. അത് നിരീശ്വരവാദികളായാലും ഇനി മതമുള്ള ആൾക്കാരായാലും ശരി, ഇവരൊക്കെ തങ്ങളുടെ സ്നേഹിതന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ കുടുംബക്കാർക്ക് വേണ്ടി അതല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിയിട്ടൊക്കെ പദവിയെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അത് നമുക്കറിയാം. പല കേസുകളും അങ്ങനെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് ജാതി മത വ്യത്യാസമൊന്നുമില്ല. പക്ഷേ തങ്ങളുടെ മതത്തിന് വേണ്ടി അല്ലെങ്കിൽ തങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തിന് വേണ്ടി തങ്ങളുടെ ഉദ്യോഗത്തെ ഇവരാരും ഉപയോഗിച്ചിട്ടില്ല. അത് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ്. എല്ലാ മുസ്ലിങ്ങളും അങ്ങനെ ചെയ്യുന്നു എന്നല്ല പറഞ്ഞത്. പക്ഷെ സർക്കാർ സർവീസിലുള്ളവരുടെ മതം തിരിച്ച് നമ്മൾ കണക്കെടുത്താൽ അല്ലെങ്കിൽ നിരീശ്വരവാദികളടക്കമുള്ള എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരെയും എടുത്താൽ തങ്ങൾ വിശ്വസിക്കുന്ന ഐഡിയോളജിക്ക് വേണ്ടി, ഇപ്പോൾ നിരീശ്വരവാദികളും ഒരു ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവരാണ്, ബാക്കിയുള്ള ഓരോ മതത്തിലുള്ള ആൾക്കാരും ഏതെങ്കിലും ഒരു ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവരാണ്. എല്ലാവർക്കും അവരവരുടേതായ ഐഡിയോളജികളുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ തങ്ങൾ വിശ്വസിക്കുന്ന ഈ ഐഡിയോളജിക്ക് വേണ്ടി തങ്ങളുടെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യുന്നത് അത് മുസ്ലിങ്ങൾ മാത്രമാണ്. അത് ക്രിസ്ത്യാനികളിൽ നിങ്ങൾ അങ്ങനെയുള്ളവരെ കാണുകയില്ല, ഹിന്ദുക്കളിൽ കാണുകയില്ല, നിരീശ്വരവാദികളിലും കാണുകയില്ല. പക്ഷേ ഇസ്ലാമിനകത്ത് ഇഷ്ടം പോലെ ആളുകൾ അങ്ങനെയുള്ളവരുണ്ട്. അനസിനെ പോലെയുള്ള പോലീസുകാർ, അല്ലെങ്കിൽ ഇപ്പോൾ ജിഷാദ് സഞ്ജിത്തിൻ്റെയും അതുപോലെ ശ്രീനിവാസൻ്റെയും കൊലക്കേസിൽ ഗൂഢാലോചനയും മറ്റു കാര്യങ്ങളിൽ പ്രതികാരത്തിന് വേണ്ടി SDPക്കാരെ ആക്രമിക്കുന്നവരെ തിരിച്ചു കൊല്ലാൻ വേണ്ടി പ്രതികാര കൊലയ്ക്ക് വേണ്ടി പട്ടികയൊക്കെ തയ്യാറാക്കുന്ന ആ ആളുകൾ അങ്ങനെയൊക്കെ ആയിട്ട് വരുന്ന അത് ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മാത്രമാണ്. ഇത് വളരെ അപകടകരമായ ഒരു കാര്യമാണ് കേട്ടോ. കാരണം ഇതൊക്കെ ഞങ്ങൾ വളരെ മുൻപേ തന്നെ പറയുന്നൊരു കാര്യമാണ്. ബ്യൂറോക്രസിയിൽ ജിഹാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അവരുടെ ലക്ഷ്യം വേറെയാണ്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്ലാമിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ പോലീസിനകത്ത് പച്ച വെളിച്ചെന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഇവരെല്ലാം ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം ഇതാണ്, മതത്തിനെ വളർത്താൻ വേണ്ടിയാണ്. ഈ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ, സർക്കാർ ജോലി, അത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരുടെ മതം വളർത്തുവാൻ വേണ്ടി അവരുപയോഗിക്കുകയാണ്. ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് അത് ചെയ്യുന്നത്. കാരണം ഭരണഘടന വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സർക്കാർ സർവീസിലിരിക്കുന്ന ഒരാൾ ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാവരെയും ഒരേപോലെ തന്നെ കാണേണ്ട ആളാണ്. പക്ഷേ ആ സർക്കാരിൻ്റെ ആ സർവീസ് ചട്ടങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇവർക്ക് ജോലിയല്ല പ്രധാനം. അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ല. അവരുടെ സംഘടനയെ സംബന്ധിച്ച് അവരൊരു രക്തസാക്ഷിയുടെ പരിവേഷമാണ് അവർക്ക് കിട്ടുന്നത്. അവർക്ക് വേണ്ടുന്നതായ സാമ്പത്തികവും മറ്റു കാര്യങ്ങളെല്ലാം അവർക്ക് സമയാസമയത്തിന് അത് കിട്ടിക്കോളും. അതൊന്നും നഷ്ടമല്ല. പക്ഷേ ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് അവർ വിശ്വസിക്കുന്ന മതത്തിന് വേണ്ടി, മതത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി, മതം വളർത്തുവാൻ വേണ്ടുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ ആത്മാർത്ഥമായിട്ട് വിശ്വസ്തയോടുകൂടെ മതത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കണമെന്നേ ഉള്ളൂ. അതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കേരളത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണിത്. കേരളത്തിൻ്റെ ഭരണം പിടിച്ചെടുത്ത് കഴിയുമ്പോൾ മുസ്ലിങ്ങൾ ഭരണത്തിലേക്ക് വരുമ്പോൾ കാശ്മീരിലൊക്കെ സംഭവിച്ചതുപോലെ തന്നെയാണ്. സർക്കാർ സംവിധാനങ്ങളെ എങ്ങനെ നിർജ്ജീവമാക്കണം, ഒരു കലാപം നടക്കുകയാണ്. ഹിന്ദുക്കൾക്കെതിരെയോ ക്രിസ്ത്യാനികൾക്കെതിരെയോ ഒക്കെ ഒരു കലാപം, മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്നൊരു കലാപമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസ് അവിടെ എത്തുന്നതിന് സമയം വൈകിക്കുക, അല്ലെങ്കിൽ പട്ടാളം ഇറങ്ങുന്നതിന് ഇവിടുന്ന് അങ്ങോട്ടേക്ക് റിപ്പോർട്ടൊക്കെ പോയിട്ട് വേണമല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ കേന്ദ്ര പട്ടാളത്തിന് ഇറക്കാൻ. അപ്പോൾ ആ റിപ്പോർട്ട് അയക്കുന്നത് വൈകിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഇവരിങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്. ഇപ്പോഴേ ഇത് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കറിയാം നാളെ എന്നെ വർഗീയവാദി എന്ന് വിളിക്കും. വർഗീയവാദി എന്ന് വിളിക്കാൻ ഈ മനസ്സുകൾ ഇണക്കപ്പെട്ട ക്രിസ്ത്യാനികളായിരിക്കും മുന്നിൽ നിൽക്കുന്നത്. ഇസ്ലാമുമായിട്ട് മനസ്സുകൾ ഇണക്കപ്പെട്ട ക്രിസ്ത്യാനികളായിരിക്കും മുന്നിൽ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ഇവന്മാരിങ്ങനെ ചെയ്യുകയും പോലീസ് ഇത് കണ്ടുപിടിച്ച് സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സർവീസിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യുന്നത് ഇതൊന്നും അവർക്ക് വിഷയമല്ല. ഇതൊക്കെ നമ്മൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നതാണ് വർഗീയത. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഈ റജീവ് ഉത്തരാഖണ്ഡിനെ ഞങ്ങൾ സ്പീക്കേഴ്സ് പാനലിൽ നിന്ന് അന്ന് താഴേക്കിട്ടെന്ന് പറഞ്ഞല്ലോ. ആ താഴേക്കിട്ടപ്പോൾ അവൻ നേരെ ചെന്ന് വീണത് താഴെ ഉണ്ടായിരുന്ന ജിഹാദി ലോറൻസിൻ്റെ കൈകളിലേക്കാണ്. ജിഹാദി ലോറൻസ് ഞങ്ങളുടെ റൂമുകളിൽ ഫേക്ക് അക്കൗണ്ടിലൊക്കെ വന്നിരിക്കും. എന്നിട്ട് ഞങ്ങൾ പറയുന്നത് എന്താണ്, അതൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം അപ്പുറത്ത് പോയിട്ട് അപ്പം തന്നെ വേറെ റൂമിടും ഞങ്ങൾക്കെതിരായിട്ട്. ഇതാണ് പരിപാടി. അപ്പം അന്ന് അങ്ങനെ താഴെ കാത്തിരുന്ന ജിഹാദി ലോറൻസിൻ്റെ കയ്യിലേക്കാണ് ഈ പുള്ളി ചെന്ന് വീണത്, റജി എന്ന് വീണ് ജിഹാദി ലോറൻസ് അപ്പം തന്നെ അവനെയും കൂട്ടിക്കൊണ്ടുപോയി അപ്പുറത്ത് റൂം തുടങ്ങി അതിൻ്റെ മോഡറേറ്ററാക്കി ഇരുത്തുകയും ചെയ്തു അവിടെ. പിന്നെ അതിനുശേഷം ഇസ്ലാമിനെ വെളുപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്കെതിരെ ജിഹാദി ലോറൻസ് ഇടുന്ന റൂമുകളിൽ സ്ഥിരം മോഡറേറ്ററായിട്ട് ഈ റജി ഉത്തരാഖണ്ഡ് മാറുകയും ചെയ്തു. പക്ഷെ രസം അതല്ല, ട്വിസ്റ്റ് ഇനിയാണ് വരുന്നത്. കാരണം ഇവൻ ആദ്യം വന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ സംഘികൾക്കെതിരെയാണ് സംസാരിക്കേണ്ടത്, ഇസ്ലാമിനെതിരെ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവനാണ്. ഈ അടയാളം ടൈറ്റസും കൂട്ടരും കാരണം ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ ഹിന്ദുത്വയെ വിമർശിക്കേണ്ടി വന്ന ഒരു അവസ്ഥയുണ്ടായി. നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ കാര്യം അറിയാം. ഞങ്ങൾ പലവട്ടം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതാണ്. പലവട്ടം പറഞ്ഞു ഇത് ഞങ്ങളെ കൊണ്ട് ടെസ്റ്റുകളൊന്നും എടുക്കരുത്,
ഇത് ദോഷം ചെയ്യും, വിട്ടുപോ, ഞങ്ങളെ ഒഴിവാക്കി വിടും, ഞങ്ങളുടെ ലക്ഷ്യം വേറെയാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവരെ കയ്യും കാലും പിടിച്ചതാണ്. ഇവന്മാരാരും കേട്ടില്ല. സംഘികളും അതിതീവ്ര ഹിന്ദുക്കളും ഇവരാരും ആർഷഭാരത സനാതനങ്ങൾ ആരും കേട്ടില്ല. ഇവരൊക്കെ വിചാരിച്ച് ഞങ്ങൾ പേടിച്ചിട്ടാണ് ഞങ്ങളെ വെറുതെ വിടുന്നു പറയുന്നത് വിചാരിച്ചത്. പേടിച്ചിട്ടൊന്നുമല്ല. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെയാണ് ഇത് അവസാനിക്കാൻ പോകുന്നതെന്ന് നല്ല ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങളന്ന് അവരോട് ഒഴിവായി പോകാൻ പറഞ്ഞു. ഏതായാലും അവർ വിട്ടുപോയില്ല. അപ്പം ഞങ്ങൾക്ക് ഇവരുടെ പുസ്തകങ്ങളൊക്കെ എടുത്ത് വിമർശിക്കേണ്ടതായിട്ട് വന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ റജി ഉത്തരാഖണ്ഡ് ഏതായാലും ആ പുള്ളി ഇത്രയും നാൾ ഞങ്ങൾക്കെതിരെ റൂമിട്ട് അതിൻ്റെ മോഡറേറ്റർ ആയിരുന്ന ആളായതുകൊണ്ട് ഇനിയിപ്പോൾ ഞങ്ങളോട് കൂടെ നിന്നിട്ട് സംഘികൾക്കെതിരെ സംസാരിക്കാൻ വരില്ല, പൊളിറ്റിക്കൽ ഹിന്ദുത്വക്കെതിരെ സംസാരിക്കാനായിട്ട് വരികയില്ല. കാരണം പുള്ളിക്കൊരു ചളിപ്പുണ്ടാവും, ഇത്രയും നാൾ ഞങ്ങൾ എതിർത്തുകൊണ്ടിരുന്ന ആളല്ലേ. പക്ഷെ അങ്ങനെ വന്നില്ലെങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞത് ഞങ്ങളെ വിമർശിക്കുന്നത് നിർത്തും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. കാരണം ഈ പുള്ളി ആദ്യം പറഞ്ഞ കാര്യമുള്ളൂ ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വിമർശിക്കുന്നത് നിർത്തുന്ന വിചാരിച്ചേ. എവിടെ നിർത്താൻ? വീണ്ടും ഞങ്ങൾക്കെതിരെയാണ് ഈ പുള്ളി വരുന്നത്. ഞങ്ങൾ ശിവപുരാണം എടുത്ത് വായിച്ചത് തെറ്റായിപ്പോയി. അപ്പോളജിസ്റ്റുകൾ ഹിന്ദുമത ഗ്രന്ഥങ്ങൾ എടുത്ത് വായിക്കാൻ പാടില്ല, യേശുക്രിസ്തു അപ്പോസ്തലന്മാർ അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞാണ് പിന്നെ അവൻ കരഞ്ഞത്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവനെ നിയന്ത്രിക്കുന്നത് അസൂയയുടെ ആത്മാവാണ്. അറ്റൻഷൻ സീക്കിംഗ് ആണ് ഇവൻ്റെ ഉദ്ദേശം, അതല്ലാതെ വേറൊന്നുമില്ല. ഈ ക്രൈസ്തവരുടെ ഉന്നമനമോ ക്രൈസ്തവർക്കെതിരെ വരുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ എങ്ങനെ സംസാരിക്കണം, അതിന് പ്രതികരിക്കേണ്ടത്, ഇതൊന്നും വിഷയമല്ല. ബൈബിളിനെതിരെ യേശുക്രിസ്തുവിനെതിരെയൊക്കെ എന്തൊക്കെ ആര് പറഞ്ഞു കഴിഞ്ഞാലും അതിന് മറുപടി കൊടുക്കുക എന്നുള്ളതും ഇവൻ്റെ ഉദ്ദേശമല്ല. അങ്ങനെയുള്ളൊരു സംഗതിയേ ഇവനില്ല. പിന്നെ നമ്മൾ മറുപടി പറയാൻ പോകുന്ന സമയത്തുണ്ട് അന്നേരം വന്നിട്ട് അതിനകത്ത് നിങ്ങൾ അത് പറഞ്ഞത് ശരിയായില്ല, ഇത് പറഞ്ഞത് ശരിയായില്ല. അപ്പോളജറ്റിക്സ് എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കാൻ നോക്കുകയാണ്. എനിക്കത് കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. ഈ 10-14 പണ്ടത്തെ കാലത്ത് 10-14 കുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിച്ച അമ്മമാരുണ്ടല്ലോ, അങ്ങനെയുള്ള അമ്മമാരെ എടുത്ത് കന്യക എന്ന് കഴിഞ്ഞിട്ടുണ്ട് ഗർഭകാല ശുശ്രൂഷ എങ്ങനെയായിരിക്കണമെന്ന് ക്ലാസ് എടുക്കുന്ന പോലെയാണ് എനിക്കതൊക്കെ കേട്ടപ്പോൾ തോന്നിയത്. കുറേ എണ്ണമുണ്ട് ഞങ്ങളെ അപ്പോളജറ്റിക്സ് എന്താണെന്ന് പഠിപ്പിച്ചുകൊണ്ട് റൂമുകൾ ഇടുന്നത്. ഇവന്മാരൊന്നും ഇന്ന് വരെ ഒരു ഡിബേറ്റ് പോലും ഒരുത്തരോടും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെതിരായിട്ടോ ബൈബിളിനെതിരായിട്ടോ ക്രൈസ്തവ വിശ്വാസത്തിനെതിരായിട്ടോ ക്രിസ്ത്യാനിറ്റിക്കെതിരായിട്ടോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ ചെന്ന് ഒരു വാക്ക് പോലും തിരിച്ച് അവർക്ക് മറുപടി പറയുന്നതും കേട്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾ അപ്പോളജറ്റിക്സ് ചെയ്യുമ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ഇവർക്ക് 100 നാവാണ്. അറ്റൻഷൻ സീക്കിങ്, അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. അപ്പോൾ ഏതായാലും ഞങ്ങൾക്കിത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ അവനെ മൈൻഡ് ചെയ്യാതെ വിട്ടതാണ്. പക്ഷേ ഇപ്പോൾ അവനെ ഞങ്ങൾക്ക് കോൾ ഔട്ട് ചെയ്യേണ്ടി വന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ സോഷ്യൽ മീഡിയയിൽ ക്രിസ്ത്യൻ സമൂഹത്തെ മൊത്തം ഒറ്റുകൊടുക്കുന്നത് കണ്ടതുകൊണ്ടാണ് അവനെക്കുറിച്ച് ഇപ്പം ഇങ്ങനെ മുന്നറിയിപ്പ് തരേണ്ടുന്ന ഒരു സ്ഥിതി വന്നിരിക്കുന്നത്. അതെന്താ സംഭവം എന്ന് ഞാൻ പറയാം. കുറേ കാര്യങ്ങളുണ്ട്, ഒരെണ്ണം മാത്രം ഞാൻ പറയാം. ഇന്ന് കേരളത്തിൽ സഭാവ്യത്യാസമില്ലാതെ ഏതൊരു ക്രിസ്ത്യാനിക്കും ലവ് ജിഹാദിനെ കുറിച്ച് ചെറുതായിട്ടെങ്കിലും അറിയാവുന്നതാണ്. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഒന്നുകിൽ അവരുടെ കുടുംബത്തിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കാരുടെ കുടുംബങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ പരിചയക്കാരുടെ കുടുംബങ്ങളിൽ നിന്ന്, ഇനി അതും അല്ലെങ്കിൽ അവരുടെ ഇടവകകളിലുള്ള ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ലവ് ജിഹാദിനിരയായിട്ടുണ്ടാകും. ഞങ്ങൾ ഈ ഇസ്ലാമിനെ സോഷ്യൽ മീഡിയയിൽ തുറന്നു കാണിക്കാൻ തുടങ്ങിയ സമയത്ത് ഈ ലിബറലിസവും മതേതരത്വവും എല്ലിൻ്റെ ഇടയിൽ കുത്തിക്കേറിയ ധാരാളം ക്രിസ്ത്യാനികൾ ഞങ്ങളെ വിമർശിച്ചിരുന്നു. ഇന്ന് അതേ ആളുകളാണ് കേട്ടോ ഞങ്ങളെക്കാൾ ശക്തിയായിട്ട് ഇസ്ലാമിനെ തുറന്നു കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ കാരണം ഞാൻ ഈ പറഞ്ഞതാണ്. ഒന്നുകിൽ അവരുടെ കുടുംബത്തിൽ നിന്ന്, അല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ള ഏതെങ്കിലും കുടുംബങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും ലവ് ജിഹാദിനിരയായി മാറിയത് അവർ കാണുന്നുണ്ട്. അവർക്കിപ്പം നേരിട്ടറിയാവുന്ന ഈ കാര്യങ്ങളാണ് വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ മുന്നറിയിപ്പായിട്ട് പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ പഴയ നിലപാട് തിരുത്തി ഇപ്പം ഇവർ ഇസ്ലാമിനെ തുറന്നു കാണിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പണ്ട് ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ലിബറൽ ക്രിസ്ത്യാനികൾ ഞങ്ങളെ വർഗീയവാദികളെന്ന് വിളിച്ച് ആക്ഷേപിച്ചതിൽ എനിക്ക് അവരോട് ഒരു വിഷമവും തോന്നിയിട്ടില്ല. കാരണം ഈ സംഗതി സത്യമാണോ അല്ലയോ എന്ന കാര്യത്തിൽ അവർക്ക് ഉറപ്പോ തെളിവോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് പക്ഷെ സ്ഥിതി അതല്ല. ലവ് ജിഹാദിന് ഇരകളാക്കപ്പെട്ട പെൺകുട്ടികൾ തന്നെ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിരുന്ന് തങ്ങൾ ചതിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് ലോകത്തോട് തുറന്നു പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആ പെൺകുട്ടികളുടെ വീട്ടുകാർ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് സംസാരിക്കുന്നുണ്ട്. പത്രവാർത്തകൾ നമ്മുടെ മുമ്പാകെ ഇഷ്ടം പോലെയുണ്ട്. എന്നിട്ടും ഈ റജി ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നവനുണ്ടല്ല, ഇവൻ ജിഹാദികളുടെ റൂമുകളിൽ ചെന്നിട്ട് ജിഹാദികൾക്ക് വേണ്ടി ക്രിസ്ത്യാനികളെ ഒറ്റിക്കൊടുക്കുന്നത് ഇപ്പോഴും തുടരുകയാണ്. സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഒറ്റ ഒരു ക്ലിപ്പ് മാത്രം നിങ്ങളെ കേൾപ്പിക്കാം. ഒറ്റ ഒരു ക്ലിപ്പ് നിങ്ങളതൊന്ന് കേട്ട് നോക്കിക്കോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് ഈ പറയുന്നത് എന്നുള്ള കാര്യം. ഇതിനെ കള്ളങ്ങളെ നേരിടണമെങ്കിൽ സത്യം 100 വട്ടം ആവർത്തിക്കുക. 100 വട്ടം ആവർത്തിക്കുന്ന കള്ളത്തെ സത്യം കൊണ്ട് തന്നെ നേരിടണം. അപ്പോൾ ഈ പ്രോപ്പഗണ്ടയൊക്കെയും പൊളിച്ചെഴുതേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ കള്ളത്തരം, ഇതാദ്യം പൊളിക്കേണ്ട കള്ളത്തരമാണിത്. പുറകെയുള്ളൂ ബാക്കിയുള്ളത്. ഇതിനെക്കുറിച്ച് പഠനങ്ങളും ഇതിൻ്റെ കള്ളത്തരം വെളിപ്പെടുത്തി
ഏതൊക്കെ ബ്ലോഗുകൾ പോസ്റ്റ് ചെയ്യാമോ, ഏതൊക്കെ സോഷ്യൽ മീഡിയകൾ പോസ്റ്റ് ചെയ്യാമോ, എവിടൊക്കെ ഡിബേറ്റുകൾ നടത്തി പൊതുജനത്തിൻ്റെ ചെവിയിൽ ഇതെത്തിക്കണം. അതാണ് ജനാധിപത്യ വിശ്വാസികളുടെ ജോലി. നമ്മൾ വല്ലപ്പോഴും ഒരു പ്രസ്താവന ഇറക്കിക്കൊണ്ട് ഒരു കള്ളം മാറുന്നില്ല. ആരോ പറയുന്നുണ്ട്, എന്താ മുണ്ടക്കുടുത്ത് സത്യം കൊണ്ട് എഴുന്നേറ്റ് വരുമ്പം കള്ളം 100 കിലോമീറ്റർ പോയി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് സീരിയസ് ആയിട്ട് എടുത്ത ശേഷം ഇതിനെ പൊളിച്ചെഴുതുന്ന രീതിയിലുള്ള ഡിബേറ്റുകൾ, ചർച്ചകൾ, എഴുത്തുകൾ, ആർട്ടിക്കിളുകൾ, ബ്ലോഗ് പോസ്റ്റുകൾ, വെബ് പോസ്റ്റിംഗ്, ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ മീഡിയയിൽ ചെല്ലാമോ ആ മീഡിയയിലൊക്കെ ഇന്ന് കാസ ഇറക്കുന്ന ഓരോ കള്ളത്തെയും പൊളിച്ചെഴുതണം. അതിലാദ്യം പൊളിച്ചെഴുതേണ്ടത് ഈ ലവ് ജിഹാദിനെ കുറിച്ചുള്ള കള്ളമാണ്. ആരെങ്കിലും സാമൂഹ്യ ശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിയിട്ട് ഇത് കള്ളത്തരമാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ ഒരു മാത്രമല്ല, ഞാൻ മുൻപ് നോട്ടീസ് ചെയ്തത് ഈ പറയപ്പെടുന്ന പല ഈ ക്ലബ് ഹൗസിലുള്ള ക്യാപ്ഷനുകൾ, ഇങ്ങനെയുള്ള ഈ വർഗീയ ക്യാപ്ഷനുകൾ അതിറക്കുന്ന സ്ഥിരമായിട്ടുള്ള ഈ ഞാൻ ഏറ്റവും മാർഗവിഷമായി ഞാൻ കണക്കാക്കുന്നത് ഞാൻ ഈ കേവലയുക്തന്മാരെയാണ്. കാരണം വിഷമം ഞാൻ പറയുന്നില്ല, പക്ഷെ അവരുടെ ഒളിച്ചുകളിയാണ് എനിക്ക് വളരെയധികം. കാരണം ഈ സമയത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട ആളുകൾ ഇവരാണ്, അവരുണ്ടായിരിക്കുന്നുള്ളത്. അതുപോലെ ഈ ക്രിസംഖികൾ ഇറക്കുന്ന ക്രിസംഖികളാണ് ഇപ്പോൾ അവരുടെ മൗത്ത് പീസ് എന്ന് പറയുന്നത്. ഈ നേരിട്ട് സംഘപരിവാർ ഇവിടെ ക്ലബ് ഹൗസിൽ എവിടെയെങ്കിലും ബഹളം ഉണ്ടാകുന്നുണ്ടോ? അവരുടെ കുറച്ച് ഗ്രൂപ്പുകളുണ്ട്, അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നല്ലാതെ ക്രിസംഖികളാണ് ഇവർ പലപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് പലപ്പോഴും അവൽ കൂടാണ് വന്നിരുന്നത്. അതുകൊണ്ട് ഞാൻ പറയാനുള്ളത് ഷോർട്ട് ആക്കുകയാണ്. ലവ് ജിഹാദിനെ കുറിച്ചുള്ള കള്ളത്തരം, ഇതുപോലെ അവരിറക്കുന്ന ഓരോ കള്ളത്തരത്തെയും അത് പബ്ലിക് മീഡിയയിലും വെബ് പോസ്റ്റിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ എഴുതാൻ കഴിവുള്ളവർ എഴുതുക, പഠിക്കാൻ കഴിവുള്ളവർ പഠിക്കുക, ഇത് വെളിപ്പെടുത്താൻ കഴിവുള്ളവർ ഒരു എന്താ പറയുന്നത്, ഇതൊരു ചലഞ്ചായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഈ പറയുന്ന കള്ളത്തരങ്ങളെ പൊളിച്ചെഴുതണമെന്ന് പറഞ്ഞ് ഞാൻ ബാക്കി ചുരുക്കുന്നു. താങ്ക് യു. അവൻ പറഞ്ഞത് കേട്ടോ നിങ്ങൾ, ലവ് ജിഹാദ് ഒരു കള്ളമാണ്, അത് സംഘപരിവാർ പടച്ചുവിട്ടതാണ്, ആ കള്ളം നമ്മൾ പൊളിക്കണമെന്നാണ് ഇവ മുസ്ലിങ്ങളോട് പറയുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? എഴുതാവുന്നിടത്തൊക്കെ എഴുതണം, പ്രസംഗിക്കാവുന്നിടത്തൊക്കെ പ്രസംഗിക്കണം, ബ്ലോഗുകൾ, ഫേസ്ബുക്ക് പോസ്റ്റുകൾ, എങ്ങനെ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തിട്ട് ഈ കള്ളം പൊളിക്കണം എന്നാണ് പറയുന്നത്. ലവ് ജിഹാദേ ഒരു കള്ളമാണെന്ന്. ഇവൻ ഈ ലവ് ജിഹാദിന് ഇരകളാക്കപ്പെട്ട നമ്മുടെ കേരളത്തിലെ ധാരാളം ക്രൈസ്തവ കുടുംബങ്ങളിലുള്ള അതിനകത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുഖത്ത് തുപ്പുന്ന പരിപാടി അവനീ കാണിക്കുന്നത്. മനസ്സിലായോ? നമുക്കറിയാവുന്ന എത്ര കേസുകളുണ്ട്, എത്ര കേസുകൾ, എത്ര കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ടെന്നറിയാമോ? എത്രയധികം കുടുംബങ്ങൾ, അതും ധനാഢ്യന്മാരായ കോടീശ്വരന്മാരായ ആളുകളുടെ, അവരുടെയൊക്കെ ഒറ്റ മകളുള്ള, നാം ഒന്ന് നമുക്കൊന്നൊക്കെ സർക്കാർ പറയുന്നത് കേട്ടിട്ട് ഒരാളെ മാത്രം ജനിപ്പിച്ച അങ്ങനത്തെ കുറേ കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളിൽ നിന്ന് അഷ്ടിക്ക് വകയില്ലാത്ത ടീമുകൾ, മുസ്ലിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്, ഇത്തരം പെൺകുട്ടികളെ വലവീശി പിടിച്ച് അവരുടെ സ്വത്തും കൂടി അടിച്ചു മാറ്റാനുള്ള ഉദ്ദേശമാണ്. കാരണം ഒറ്റ പെൺകുട്ടിയല്ലേ. അപ്പം എന്തായാലും ഇനി ഈ മാതാപിതാക്കൾ മരിച്ചു കഴിയുമ്പോൾ ആ സ്വത്ത് ഇവർക്ക് വരും. അത് മുസ്ലിം സമൂഹത്തിലേക്കാണ് ആ സ്വത്ത് പോകുന്നത്. സക്കാത്തും മറ്റുമൊക്കെ ആയിട്ട് അത് അവരുടെ സമൂഹത്തിന് അത് നേട്ടമുണ്ടാക്കും. ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുടുംബങ്ങളിലൊക്കെ കയറി ഇവന്മാർ പ്രേമിച്ച് പെൺകുട്ടികളൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് അതിൽ വിഷമിച്ചിരിക്കുന്ന ആ മാതാപിതാക്കൾ, ആ കുടുംബക്കാർ, അവരുടെ ബന്ധുക്കാർ, അങ്ങനെയുള്ള അവരുടെയൊക്കെ മുഖത്ത് ഇവൻ കാർക്കിച്ച് തൂപ്പുക ചെയ്തത്. അങ്ങനെയുള്ള വർത്തമാനം ഇവൻ പറഞ്ഞത്. കർത്താവിൻ്റെ വാക്കുകൾ കടമെടുത്ത് ഞാൻ പറയാണ്, റജി, നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ ഇസ്കരിയാത്ത യൂദയ്ക്ക് സഹിക്കാവതാകും. ഇസ്കരിയാത്ത യൂദയേക്കാളും വലിയ ഒറ്റുകാരനാണ് ഇവൻ. മനസ്സിലായ? ഇസ്കരിയാത്ത യൂദ ഇവൻ്റെ മുമ്പിലൊക്കെ ശിശുവാണെന്ന് പറയേണ്ടി വരും. ഇവനെ ക്രിസ്ത്യൻ സമൂഹം കരുതിയിരിക്കണം, വളരെയധികം കരുതിയിരിക്കണം. ലവ് ജിഹാദ് കള്ളമാണെന്ന് മുസ്ലിങ്ങളോട് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് സംഘപരിവാർ പടച്ചുവിട്ട നുണയാണ്, നിങ്ങളത് പൊളിക്കണം എന്ന് അവരോട് പറയുന്നത്. അവനെ നിങ്ങൾ സൂക്ഷിച്ചോ. ഇനി അടുത്തതായി ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന വ്യക്തിയുടെ കാര്യമെടുത്താൽ, മുമ്പ് പറഞ്ഞ ഈ റെന്നി കുരിശുമൂട്ടിലും റജി ഉത്തരാഖണ്ഡുമൊക്കെ ഇവൻ്റെ മുമ്പിൽ, ഇനി പറയാൻ പോകുന്നവൻ്റെ മുമ്പിൽ വെറും ശിശുക്കളാണെന്ന് പറയേണ്ടി വരും. ഇവന്മാർ രണ്ടുപേരും കാളകൂട വിഷങ്ങളാണെങ്കിൽ ഇനി പറയാൻ പോകുന്നവനുണ്ടല്ലോ, അവൻ പൊട്ടാസ്യം സയനൈഡാണ്. പൊട്ടാസ്യം സയനൈഡ്. അവൻ്റെ പേര് അലൻ ജോസഫ് എന്നാണ്. ഇതാണ് ആള്. ഇവൻ പാസ്റ്ററാണെന്നൊക്കെ പലരും പറയുന്നത് കേൾക്കുന്നുണ്ട്. പാസ്റ്ററാണോ എന്ന് അറിയില്ല. നേരത്തെ സൂറ 9:60 ഇസ്ലാമുമായി മനസ്സുകൾ ഇണക്കപ്പെട്ട ആൾക്കാരെ കുറിച്ച് പറഞ്ഞത് ഞാൻ വായിച്ചല്ലോ. അങ്ങനെ ഇസ്ലാമുമായി മനസ്സുകൾ ഇണക്കപ്പെട്ട ആൾക്കാരുടെ ക്ലാസിക്കൽ എക്സാമ്പിളാണ് ഈ അലൻ ജോസഫ് എന്ന് പറയുന്ന മാന്യൻ. സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിനെ വെളുപ്പിച്ചെടുക്കാൻ തങ്ങളെ കൊണ്ട് ഇനി ജന്മത്ത് കൂട്ടിയാൽ കൂടില്ലെന്ന് മനസ്സിലാക്കിയ ദാവാക്കാർ രംഗത്തിറക്കിയ അവതാരമാണിവൻ.
ഇസ്ലാമിക പ്രമാണങ്ങൾ അർത്ഥമറിഞ്ഞ് പഠിച്ച മുസ്ലിങ്ങൾ മുഹമ്മദിനെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും ഖുറാനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും നമ്മുടെ മുമ്പാകെ പറയാൻ ഇപ്പോൾ 7 വട്ടം ആലോചിക്കുന്ന വിധത്തിലുള്ള അവകാശവാദങ്ങളൊക്കെ പണ്ടൊക്കെ ഇവന്മാർ ഇങ്ങനെ അങ്ങോട്ട് തട്ടിവിട്ടുകൊണ്ടിരുന്ന ഇപ്പം അത് പറയാലോ. ഇപ്പം പറയുന്നതിന് മുമ്പ് അവർ പലവട്ടം ആലോചിക്കും. കേൾക്കാനിരിക്കുന്നവരിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ ആളുകളുണ്ടോ, അല്ലെങ്കിൽ IBTയുടെ ആളുകളുണ്ടോ, അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ പുന്നക്കലിനെ ഫോളോ ചെയ്യുന്നവരുണ്ടോ എന്നൊക്കെ ആലോചിച്ചതിന് ശേഷമേ ഇപ്പം ആ കാര്യം പറയാൻ ധൈര്യപ്പെടുകയുള്ളൂ. അത്രയും പേടിയാണ്. അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജിഹാദികൾക്ക് വേണ്ടി ഇവൻ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. നേരത്തെ റജി ഉത്തരാഖണ്ഡ് പറഞ്ഞല്ലോ, ആ റജി ഉത്തരാഖണ്ഡിൻ്റെ ഭാഷ കടമെടുത്ത് പറയുകയാണെങ്കിൽ ക്ലബ് ഹൗസിൽ ഇന്ന് ജിഹാദികളുടെ മൗത്ത് പീസാണ് ഈ അലൻ ജോസഫ്. വെറുതെ പറഞ്ഞതൊന്നുമല്ല, നിങ്ങൾക്കത് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാനൊരു ക്ലിപ്പ് നിങ്ങളെ ഇപ്പോൾ കേൾപ്പിക്കാം. ഒരു ക്ലിപ്പ് നിങ്ങളിപ്പോൾ കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് അവരൊക്കെ ഇരിക്കുന്ന വേദിയിൽ സംസാരിക്കാൻ കഴിയുക ഒരു വലിയ ഭാഗ്യമായിട്ട്, ഒരു വലിയ പദവിയായിട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ കണക്കാക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ എന്താ പറയുന്ന സംവാദമെന്നോ ചർച്ചയെന്നോ സംഭാഷണമെന്നോ ഒക്കെ എങ്ങനെ വേണമെങ്കിലും വിളിക്കാവുന്ന ഈ ചർച്ചയ്ക്ക് കൊടുത്തിരിക്കുന്ന തലക്കെട്ടെന്ന് പറയുന്ന അറേബ്യൻ ഉപദ്വീപിൽ ഇസ്ലാം വരുത്തിയ മാറ്റങ്ങൾ എന്നുള്ളതാണ്. സത്യത്തിൽ ആ ടോപ്പിക്കിനെ മുൻനിർത്തി തന്നെയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നതെങ്കിലും കുറച്ചുകൂടെ വിശാലമായ അർത്ഥത്തിലേക്ക് അറേബ്യൻ ഉപദ്വീപ് മാത്രമല്ല, അല്ലെങ്കിൽ അറേബ്യൻ ഉപദ്വീപ് ലോകത്തെ എങ്ങനെ മാറ്റിയെന്നും അറേബ്യൻ ഉപദ്വീപിൽ ഉദയം ചെയ്ത ഇസ്ലാമിൻ്റെ നന്മയുടെ പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ അനുയായികൾ, അദ്ദേഹത്തിൻ്റെ സന്ദേശം, ആ സന്ദേശം വഴി ഉരുത്തിരിഞ്ഞ ഒരു സംസ്കാരം, ഒരു നാഗരികത ലോകചരിത്രത്തെ എങ്ങനെ മാറ്റി എന്നുള്ള ഒരു ബേർഡ്സ് ഐ വ്യൂ എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു ചെറിയ ചർച്ചയാണ് ഞാനിന്ന് ആഗ്രഹിക്കുന്നത്. സാധാരണക്കാരായ മുസ്ലിങ്ങൾ പോട്ടെ, ദാവാക്കാർ വരെ മുഹമ്മദിനെ നന്മയുടെ പ്രവാചകൻ എന്ന് സോഷ്യൽ മീഡിയയിൽ പരസ്യമായി വിളിക്കാൻ ഇന്ന് 2 വട്ടം ആലോചിക്കും. പൊങ്കാല എവിടെ നിന്നൊക്കെയാണ് വരിക എന്നുള്ള പേടി അവർക്കുണ്ട്. മാത്രമല്ല, മുഹമ്മദിനെ നന്മയുടെ പ്രവാചകൻ എന്നെങ്ങാനും വിളിച്ച ഖുർആൻ ആയത്തുകൾ, ഹദീസുകൾ, പിന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നുള്ള തെളിവുകളൊക്കെ കൊണ്ടുവന്ന് മുഹമ്മദിനെ എയറിൽ നിന്നും സ്പേസിലേക്ക് വിടും ക്രിസ്ത്യാനികൾ എന്നുള്ള കാര്യം അവർക്കറിയാം. നന്മയുടെ അല്ല തിന്മയുടെ പ്രവാചകനാണ് മുഹമ്മദ് എന്നും അറേബ്യൻ ഉപദ്വീപിൽ ഉദയം ചെയ്ത ഇസ്ലാം എന്ന മതം മനുഷ്യരാശിയുടെ മേൽ പെയ്തിറങ്ങിയ ശാപമാണെന്നും 14 നൂറ്റാണ്ടുകളായി ആ ശാപം ഇന്നും മനുഷ്യവർഗത്തിന്റെ മേൽ ഇടുത്തി പോലെ പെയ്യുന്നുണ്ടെന്നും താലിബാനെയും അൽഖയ്ദയെയും ഇസ്ലാമിക് സ്റ്റേറ്റിനെയും ബോക്കോ ഹറാമിനെയും അൽഷബാബിനെയും മറ്റു അനേകം ഇസ്ലാമിക സംഘടനകളെയും ഉദാഹരണമായി എടുത്തു കാണിച്ച് ക്രിസ്ത്യാനികൾ ഇവരെ കണ്ടം വഴി ഓടിക്കുക എന്നുള്ള കാര്യം ദാവാക്കാർക്ക് അറിയാം. അതുകൊണ്ട് അവർ പോലും പറയാൻ ധൈര്യപ്പെടാത്ത കാര്യമാണ് അലൻ ജോസഫ് ഇപ്പോൾ അവർക്ക് വേണ്ടി പറയുന്നത്. ഇവനെ സാധാരണയായിട്ട് കാണാറുള്ളത് ജിഹാദികളുടെ റൂമിലാണ്. ഇനി അബദ്ധവശാൽ ഇവൻ ഏതെങ്കിലും ക്രിസ്ത്യൻ റൂമുകളിൽ വന്നാൽ അവിടെയും ഇസ്ലാമിനെ വെള്ളപൂശലാണ് ഇവൻ്റെ സ്ഥിരം പരിപാടി. ജിഹാദികളുടെ റൂമുകളിൽ ഇവനെ വിളിപ്പിച്ചു കൊണ്ടുപോയി അവർ പേപ്പർ അവതരിപ്പിക്കാറുണ്ട്. ഒറ്റൊരു പ്രാവശ്യം പോലും ഇവൻ റെഫറൻസ് വെച്ചുകൊണ്ടൊരു കാര്യം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇവൻ പറയുന്ന ഏതെങ്കിലും ഇസ്ലാം വലിയ സംഭവമാണെന്ന് ഇവൻ പറയുന്നുണ്ടല്ലോ, പറയുന്നതിനൊരു തെളിവ് എന്തെങ്കിലും ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു പേജ് നമ്പർ പറയാം, അങ്ങനെ സംഭവമില്ല. കുറേ ആൾക്കാരുടെ പേരും പറയും, പുസ്തകങ്ങളുടെ പേരും പറയും. പക്ഷേ ഇവൻ പറഞ്ഞ ഈ കാര്യം ശരിയാണെന്ന് അറിയാൻ വേണ്ടി ആ പുസ്തകം നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ വായിക്കാൻ പറ്റും. റെഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? കൃത്യമായി നമ്മളൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, ഹദീസുകളുടെ നമ്പർ, അല്ലെങ്കിൽ പുസ്തകത്തിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്, മറ്റു പുസ്തകങ്ങളിൽ നിന്നാണെങ്കിൽ ആ പുസ്തകത്തിൻ്റെ പേജ് നമ്പർ, ഖുറാനിൽ നിന്നാണെങ്കിൽ ഖുറാൻ്റെ ആയത്ത് നമ്പർ, അധ്യായവേദ ആയത്ത്, ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ പറയുന്ന കാര്യം അന്വേഷിക്കാൻ ഉദ്ദേശിക്കുന്നവരത്തിന് കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. കൃത്യമായിട്ട് കണ്ടെത്താം, അവിടെ അതുണ്ടാകും. ആ ലെവലിലാണ് നമ്മൾ റെഫറൻസ് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു റെഫറൻസ് ഇവൻ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതിപ്പോൾ ജിഹാദികൾക്കത് മതി, മനസ്സിലായ? ഇവൻ ചുമ്മാ തള്ളി മറിക്കുന്നു, ജിഹാദികൾക്കത് മതി. മദ്രസ പൊട്ടന്മാരല്ലേ, ഉസ്താദ് പറയുന്നത് കണ്ണുമടച്ച് വിശ്വസിച്ച് ശീലിച്ച ആ ഒരു പാരമ്പര്യമാണ് അവർക്കുള്ളത്. അപ്പോൾ ആ ഒരു ശീലം അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഉറച്ചു കിടക്കുന്നത് കൊണ്ട് റെഫറൻസ് ചോദിക്കുന്ന പരിപാടി അവർക്കില്ല. അതുകൊണ്ട് ഇവൻ അടിച്ചുവിടുന്ന കഥകളൊക്കെ കേട്ട് കൈയടിക്കലാണ് അവരുടെ പരിപാടി. പിന്നെ വേറെ ആരെങ്കിലും കയറി വന്ന് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ വേണ്ടി ഇവൻ പേപ്പർ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അവർ വേഗം തന്നെ റൂം ക്ലോസ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഏറ്റവും അവസാനം അറേബ്യൻ ഉപദ്വീപിൽ ഇസ്ലാം വരുത്തിയ മാറ്റങ്ങൾ എന്നുള്ള ഒരു പേപ്പർ ഇവരെ കൊണ്ട് മറ്റേ ഞാൻ പറഞ്ഞില്ലേ കൗണ്ടർ പെയിൻറ്റുകാർ അവരുടെ റൂമിൽ ഒരെണ്ണം ചെയ്തിരുന്നു. അത് ഇതുപോലെ തന്നെയാണ്, ചോദ്യങ്ങൾക്കൊന്നും അവസരം കൊടുക്കാതെ തന്നെ അവരതങ്ങ് ക്യാൻസലാക്കുകയാണ്. ഇവനെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി റൂം അവർ എൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ലോകത്ത് മുഴുവൻ മാറ്റങ്ങൾ വന്നത് അറേബ്യൻ ഉപദ്വീപിൽ ഇസ്ലാം മതം ഉണ്ടായതുകൊണ്ടാണെന്നാണ് ഇവൻ അവിടെ ചെന്ന് പറഞ്ഞത്.
ആ പേപ്പറാണ് നമ്മൾ ഇനി ഉള്ള വീഡിയോകളിൽ പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഇവൻ പറഞ്ഞ അവകാശവാദങ്ങൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യണം. ചരിത്രരേഖകൾ എന്ന് പറയുന്നത് പുറമെയുള്ള ഹിസ്റ്റോറിക്കൽ മാത്രമല്ല, മുസ്ലിങ്ങൾ പ്രമാണമായിട്ട് കരുതുന്ന ഹദീസുകൾ, അതവരെ സംബന്ധിച്ച് മുഹമ്മദിനെ കുറിച്ചുള്ള ചരിത്രമാണ്. അപ്പോൾ അത് പിന്നെ താരിഖുൽ ഇസ്ലാം ഉണ്ട്, ഇസ്ലാമിൻ്റെ ചരിത്രം, അതുപോലെ തന്നെ ഖുറാൻ, ഇങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങളും പിന്നെ അതല്ലാതെ പുറമെയുള്ള ചരിത്രരേഖകൾ ഇതെല്ലാം വെച്ചിട്ട് ആ പ്രഭാഷണത്തിൽ ഇവൻ അവിടെ നടത്തിയ ആ പ്രഭാഷണം അറേബ്യൻ ഉപദ്വീപിൽ ഇസ്ലാം വരുത്തിയ മാറ്റങ്ങൾ എന്ന ആ പ്രഭാഷണത്തിൽ ഇവൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുകയാണ്. അപ്പോൾ ഇവൻ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കേൾപ്പിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവൻ എന്ത് തള്ളാണ് അവിടെ തള്ളിയതെന്നുള്ള കാര്യം. അതായത് ഇവൻ പറയുന്നത് ലോകത്ത് മുഴുവൻ മാറ്റങ്ങൾ വന്നത് അറേബ്യൻ ഉപദ്വീപിൽ ഇസ്ലാം മതം ഉണ്ടായതുകൊണ്ടാണെന്നാണ് അവൻ പറയുന്നത്. ആ വാചകം അത് നിങ്ങളൊന്ന് കേട്ടോ. ആ ഒരു ഇതിൻ്റെ കൺക്ലൂഷനായിട്ട് അവൻ പറയുന്ന ആ സംഭവം. സോപ്പ് കൊടുത്തത്, പേപ്പർ കൊടുത്തത്, അച്ചടിയന്ത്രം കൊടുത്തത്, അരിസ്റ്റോട്ടലിനെയും പ്ലേറ്റോയും മൺമറഞ്ഞു പോയവരെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത്, അതിലൂടെ റിനാസൻസും എൻലൈറ്റൻമെൻറ്റും റിഫോർമേഷനും മോഡേൺ ഡെമോക്രസിയും ഒക്കെ സാധ്യമാക്കിയ ഒരു വലിയ സംസ്കാരത്തെയാണ് നമ്മൾ ക്ലബ് ഹൗസിലിരുന്ന് വേണ്ടാതീനം പറഞ്ഞ് അപമാനിക്കുന്നത്. ചരിത്രം പഠിക്കുക. അവൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ. ലോകത്തിന് സോപ്പ് കൊടുത്തത്, പേപ്പർ കൊടുത്തത്, അച്ചടിയന്ത്രം കൊടുത്തത്, അരിസ്റ്റോട്ടലിനെയും പ്ലേറ്റോയെയും മൺമറഞ്ഞു പോയവരെയും ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത്, അതിലൂടെ റിനൈസൻസും എൻലൈറ്റ്മെൻറ്റും റിഫോർമേഷനും മോഡേൺ ഡെമോക്രസിയും ഒക്കെ സാധ്യമാക്കിയ ഒരു വലിയ സംസ്കാരത്തെയാണ് നമ്മൾ ക്ലബ് ഹൗസിലിരുന്നത് വേണ്ടാധീനം പറഞ്ഞ് അപമാനിക്കുന്നതെന്നാണ് ഇവൻ അവിടെ പറയുന്നത്. അവൻ ജിഹാദികളുടെ റൂമിൽ അവതരിപ്പിച്ച പേപ്പറിൻ്റെ രത്നച്ചുരുക്കമാണിത്. മതഭ്രാന്ത് അങ്ങേയറ്റം തലയ്ക്ക് പിടിച്ച ഒരു മുസ്ലിം പോലും ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കില്ല. പേപ്പറും അച്ചടിയന്ത്രവും ഒക്കെ ലോകത്തിന് കൊടുത്തത് അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് വന്ന മുസ്ലിങ്ങളാണെന്ന് സുബോധമുള്ള ഏതെങ്കിലും ഒരുത്തം പറയുന്നതാണ്. യൂറോപ്പിൽ റിനൈസൻസും എൻലൈറ്റ്മെൻറ്റും റിഫോർമേഷനും മോഡേൺ ഡെമോക്രസിയും ഒക്കെ കൊണ്ടുവന്നത് അറേബ്യൻ ഉപദ്വീപിൽ ഉദയം കൊണ്ട ഇസ്ലാം മതമാണെന്നൊക്കെ പറയാൻ ധൈര്യമുള്ള ഒരു മുസ്ലിമിനെ ലോകത്ത് എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല, കാണിച്ചു തരാൻ പറ്റില്ല. ഒരു മുസ്ലിമും അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ ധൈര്യപ്പെടില്ല. കാരണം ഈ പറഞ്ഞ അറേബ്യൻ ഉപദ്വീപിൽ ഇന്ന് വരെ റിനൈസൻസും എൻലൈറ്റ്മെൻറ്റും റിഫോർമേഷനും മോഡേൺ ഡെമോക്രസിയും ഉണ്ടായിട്ടില്ല. അതുണ്ടായത് ക്രൈസ്തവ യൂറോപ്പിലാണ്. അത് ബൈബിളിൻ്റെ സംഭാവനയാണ്, അത് ക്രിസ്ത്യാനിറ്റിയുടെ സംഭാവനയാണ്, അത് ക്രിസ്ത്യാനികളുടെ പ്രയത്നഫലമാണ്. അതിനെയാണ് ഇവൻ കൊണ്ടുപോയി ഇസ്ലാം മതത്തിൻ്റെ അക്കൗണ്ടിൽ വരവ് വയ്ക്കാൻ നോക്കുന്നത്. ഇത് ജിഹാദികളുടെ തന്ത്രമാണ്. അവർക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, അഥവാ അവർ പറഞ്ഞാൽ ആളുകൾ പുച്ഛിച്ച് തള്ളുകയും പരിഹസിച്ച് പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ കാശു കൊടുത്ത് ഇസ്ലാമുമായി മനസ്സുകൾ ഇണയ്ക്കപ്പെട്ട അമുസ്ലിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ള ഹീനതന്ത്രമാണ്, ജിഹാദികളുടെ ഹീനതന്ത്രമാണിത്. ഈ തന്ത്രം നമ്മൾ കരുതിയിരിക്കണം. ദാവാക്കാർ പാശ്ചാത്യ ലോകത്ത് ഇങ്ങനെയുള്ള കുറേ എണ്ണത്തിനെ വലവീശി പിടിച്ചിട്ടുണ്ട്. അവർ മുഹമ്മദിനെയും ഇസ്ലാമിനെയും പൊക്കിയടിച്ചുകൊണ്ട് പുസ്തകങ്ങൾ ഇറക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. കേരളത്തിലും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ആ വിരമിച്ച DGP അലക്സാണ്ടർ ജേക്കബിനെ പോലുള്ള ആളുകളൊക്കെ, പിന്നെ വേറെ കുറേ ഉണ്ടല്ലോ, ആ ഫിനോയിൽ സ്വാമിയെ പോലുള്ളവർ, ഇങ്ങനെ കുറേ എണ്ണമുണ്ട്. ആ കാറ്റഗറിയിലേക്കാണ് ഇപ്പോൾ അലനെയും ഇവന്മാർ കൊണ്ടുവന്നിരിക്കുന്നത്, ആ അവസ്ഥയിലേക്കാണ്. പക്ഷെ കേരളത്തിൽ ആ തന്ത്രം വിലപ്പോകില്ല എന്ന് നമ്മൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. ജിഹാദികൾക്ക് നമ്മളത് ബോധ്യമാക്കി കൊടുക്കണം. ആഗോളതലത്തിലൊക്കെ പറ്റിയേക്കും, പക്ഷെ കേരളത്തിൽ പറ്റില്ല. കേരളത്തിൽ ഞങ്ങളുണ്ട് ഇവിടെ. നിങ്ങളുടെ പ്രമാണങ്ങളെ പഠിച്ച, നിങ്ങളുടെ ചരിത്രം കൃത്യമായി മനസ്സിലാക്കി വെച്ച ഞങ്ങളിവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം തന്ത്രങ്ങൾ ഇവിടെ വിലപ്പോകില്ല എന്ന് ഈ ജിഹാദികളെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ജിഹാദികൾക്ക് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അലൻ ജോസഫിനെയും റജി ഉത്തരാഖണ്ഡിനെയും പോലുള്ള ക്രിസ്ത്യൻ നാമധാരികളെ ജിഹാദി ഫണ്ട് കൊടുത്ത് വിലക്കെടുത്ത് അവരെ കൊണ്ട് ഇസ്ലാമിനെ മഹത്വവൽക്കരിക്കുകയും ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളിൽ നിന്ന് അനുഭവിക്കുന്ന ലവ് ജിഹാദ് പോലെയുള്ള കഷ്ടപ്പാടുകൾ അത് സംഘപരിവാർ പറഞ്ഞുണ്ടാക്കുന്ന കള്ളങ്ങളാണെന്നൊക്കെ ഇവർ പറയിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരെ നമ്മൾ കരുതിയിരിക്കണം. ഇങ്ങനെയുള്ളവരെ നമ്മൾ കരുതിയിരിക്കണം. ജിഹാദികൾക്കെതിരെ ശക്തമായിട്ട് തന്നെ നമ്മൾ പ്രതികരിക്കുകയും വേണം. 21-ാം നൂറ്റാണ്ടിലെ ഇത്തരം ഇസ്കരിയത്ത യൂദാമാർക്കെതിരെ ക്രൈസ്തവർ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ഇവർ പെട്രോ ഡോളറിന് വേണ്ടി നമ്മുടെ കൂട്ടത്തിലുള്ള പലരെയും ഇസ്ലാമിൻ്റെ തൊഴുത്തി കൊണ്ട് കെട്ടും. മനസ്സിലായോ? പലരെയും ഇവരുടെ വാക്കുകൾ കേട്ട് പല ആളുകളും ഇസ്ലാമിലേക്ക് പോകും. ഇസ്ലാം ശരിയാണ്, ഇസ്ലാം ലോകത്തിന് ഭയങ്കര സംഭാവന കൊടുത്തിട്ടുണ്ട്, മുഹമ്മദ് നന്മയുടെ പ്രവാചകനാണ് എന്നൊക്കെ വിശ്വസിച്ച് ബൈബിളിൽ അറിവില്ലാത്ത സാധാരണക്കാരായ പാവപ്പെട്ട പല ക്രൈസ്തവരെയും ഇവർ ആ ആലയെ കൊണ്ട് കെട്ടും. അപ്പോൾ ഇവരുടെ ഇത്തരം പ്രവൃത്തികൾക്കെതിരെ പ്രതിരോധമൊരുക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ടെന്ന്
ട്രൂത്ത് ഫൈറ്റേഴ്സ് വിശ്വസിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ പരമ്പര ചെയ്യുന്നത്. അറേബ്യൻ ഉപദ്വീപിൽ ഇസ്ലാം വരുത്തിയ മാറ്റങ്ങളെന്ന അലൻ ജോസഫിൻ്റെ പ്രഭാഷണത്തെ ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്തുകൊണ്ടുള്ള വീഡിയോ പരമ്പര നിങ്ങളുടെ ട്രൂത്ത് ഫൈറ്റേഴ്സ് ചാനലിൽ അടുത്ത വീഡിയോ മുതൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. മറക്കാതെ കാണുക. അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.